പ്രിയപ്പെട്ടവരെ, നമുക്ക് ഈ സെഷൻ ആരംഭിക്കാം. വി ശിവദാസ് സഖാവ് വരുന്ന വഴിയാണ്. അദ്ദേഹം എത്രയും പെട്ടെന്ന് നമ്മുടെ കൂടെ ജോയിൻ ചെയ്യും. സമയം നമുക്ക് കളയേണ്ടതില്ല എന്ന് തോന്നുന്നു. ശ്യാമ നമ്മുടെ കൂടെ ഉണ്ട്. ഭരണഘടന അറ്റ് 75 അംബേദ്കറുടെ ഭാവനയും ഇന്ത്യൻ യാഥാർത്ഥ്യങ്ങളും എന്നതാണ് ഈ സെഷന്റെ ശീർഷകമായി സ്വീകരിച്ചിട്ടുള്ളത്. രണ്ട് പ്രധാന തീം ആ ശീർഷകത്തിൽ ഉള്ളടങ്ങിയിട്ടുണ്ട് നമുക്കറിയാം. ഒന്ന് ഭരണഘടനയാണ്, മറ്റൊന്ന് അംബേദ്കറാണ്. ഇത് വാസ്തവത്തിൽ വ്യത്യസ്തമായി ചർച്ച ചെയ്യേണ്ടത് കൂടിയാണ്. കാരണം അംബേദ്കറെ കുറിച്ചിട്ടുള്ള ചർച്ചയ്ക്ക് ഇന്ന് വേറൊരു നിലയിലുള്ള ഒരു രാഷ്ട്രീയ പ്രതിരോധത്തിന്റെ സ്വഭാവം കൂടി ഉണ്ട് എന്നുള്ളത് നമുക്കറിയാം. കഴിഞ്ഞ ദിവസമാണ് ഇന്ത്യയുടെ പ്രതിരോധ മന്ത്രി അംബേദ്കർ 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 എന്ന് ആവർത്തിച്ച് 7 വട്ടം പറഞ്ഞിട്ട് ഈ അംബേദ്കർ എന്ന് ആഭ്യന്തരമന്ത്രി അംബേദ്കർ എന്ന് പറയുന്നതിന് പകരം ദൈവനാമം ജപിക്കുകയായിരുന്നുവെങ്കിൽ സ്വർഗത്തിലെത്താൻ കഴിഞ്ഞേനെ എന്ന് പാർലമെന്റിൽ പറയുകയൊക്കെ ചെയ്ത് നമ്മൾ കേട്ടു. അപ്പൊ ആ നിലയിൽ അംബേദ്കർ എന്നത് തന്നെ വേറെ ഒരു ചർച്ചാ വിഷയമായി വരേണ്ടതാണ്. രണ്ടും കൂടി ചേർത്തുകൊണ്ട് നമുക്ക് ഈ ചർച്ച മുന്നോട്ട് കൊണ്ടുപോകാൻ തോന്നുന്നു. ഈ സെഷന്റെ സംവിധായകർ പറയാൻ ശ്രമിക്കുന്നത് പോലെ ഭരണഘടന നിലവിൽ വന്നിട്ട് 75 വർഷം പിന്നിട്ട് കഴിഞ്ഞു. 1949 നവംബർ 26-നാണ് ഭരണഘടനാ നിർമ്മാണ സഭയുടെ അംഗീകാരം ഇന്ത്യൻ ഭരണഘടനയ്ക്ക് കിട്ടിയത്. അങ്ങനെയാണെങ്കിൽ 76 വർഷം ആയി. ഭരണഘടനാ നിർമ്മാണ സഭയുടെ അംഗീകാരം കിട്ടിയെങ്കിലും 1950 ജനുവരിയിലാണ് ഔദ്യോഗികമായി ഭരണഘടന നാം അംഗീകരിക്കുകയും ചെയ്തത്. അങ്ങനെയാണ് 75 വർഷമായി നിലവിലുള്ള ഒരു ബൃഹത് രേഖയാണ് ഇന്ത്യയുടെ ഭരണഘടന എന്നുള്ളത്. ഇന്ത്യ എന്ന രാഷ്ട്രത്തിന്റെ ആധാരശിലയായി ഭരണഘടന നിലനിൽക്കുകയും ചെയ്യുന്നുണ്ട്. എന്താണ് ഇന്ത്യയെ ഇന്ത്യയാക്കി നിലനിർത്തുന്നത് എന്ന ചോദ്യത്തിന്റെ പ്രാഥമികമായ ഉത്തരങ്ങളിലൊന്ന് അത് ഭരണഘടനയാണ് എന്ന് തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നത്. പല ഘടകങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇന്ത്യയുടെ ഭരണഘടനയാണ്. എഴുതപ്പെട്ട ഏറ്റവും വലിയ ഭരണഘടന എന്നതിലുപരി അതിസങ്കീർണമായ ഒരു ബഹുസ്വര സമൂഹത്തെ ജനാധിപത്യവൽക്കരിക്കാനുള്ള ഒരു രേഖയായി കൂടി പ്രവർത്തിച്ച ഒന്നാണ് ഭരണഘടന. നമുക്കറിയാം, ഭരണഘടനയെ സംബന്ധിച്ച് അതിന് 2 തലങ്ങളുണ്ട് എന്ന് പൊതുവെ പറയാറുണ്ട്. ഒന്ന് ഭരണ സംവിധാനത്തെ കുറിച്ചിട്ടുള്ള വളരെ ഒഫീഷ്യലായ സാങ്കേതികമായ ഘടകമാണ്. എങ്ങനെയാണ് ഭരണ സംവിധാനം മുന്നോട്ട് കൊണ്ടുപോയത്, പ്രായോഗികമായ തലങ്ങൾ ഉൾപ്പെടുന്നത്. പക്ഷെ ഇന്ത്യയുടെ ഭരണഘടന അത്തരം പ്രായോഗിക തലങ്ങൾ മാത്രമല്ല എന്നും അതിനൊരു ഐഡിയോളജിക്കലായ തലമുണ്ട് എന്നുള്ളത് വളരെ പ്രധാനമാണ്. അത് വ്യക്തിയുടെ അന്തസ്സ് അല്ലെങ്കിൽ വ്യക്തിയുടെ സ്വാതന്ത്ര്യം എന്നൊക്കെ പറയുന്ന വളരെ പ്രധാനപ്പെട്ട ചില മൂല്യങ്ങളെ ഉയർത്തിപ്പിടിക്കുന്ന ഒന്നുകൂടിയാണ്. ഒരർത്ഥത്തിൽ അംബേദ്കർ തന്നെ ഭരണഘടനയുടെ ഡ്രാഫ്റ്റ് അവതരിപ്പിച്ചുകൊണ്ട് പറയുന്ന ഒരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ത്യയിൽ ജനാധിപത്യം എന്ന് പറയുന്നത് അതിന്റെ മേൽമണ്ണിൽ മാത്രമേ ഉള്ളൂ. സത്താപരമായി ഇന്ത്യ എക്കാലത്തും ഭാരതം എന്ന് വിളിക്കുന്ന ജനാധിപത്യ വിരുദ്ധമായ, ജനാധിപത്യം ഇല്ലാത്ത ഒരു സമൂഹമായിട്ടാണ് ഇന്ത്യ ജീവിച്ചതെന്ന് പറയുന്നത്. അങ്ങനെ നൂറ്റാണ്ടുകളുടെ വർണ്ണവ്യവസ്ഥയും ജാതിഘടനയും നിർമ്മിച്ചെടുക്കുന്ന ജനാധിപത്യ വിരുദ്ധമായ ഒരു സാമൂഹ്യ സംവിധാനത്തിനകത്തേക്ക് ജനാധിപത്യത്തിന്റെയും സമത്വത്തിന്റെയും സമഭാവനയുടെയും അടിസ്ഥാന ആശയങ്ങളെ പ്രക്ഷേപിച്ച ഒരു രേഖ കൂടിയാണ് വാസ്തവത്തിൽ ഭരണഘടന എന്ന് പറയുന്നത്. നമ്മുടെ ഭരണ സംവിധാനത്തിന്റെ പ്രായോഗികമായ തലം മാത്രമല്ല, ആശയപരമായ ഒരു തലം കൂടി അതിന് ഉൾക്കൊള്ളുന്നുണ്ട് എന്ന് വേണമെങ്കിൽ കാണാം. ആ നിലയിൽ ഈ ആശയ തലത്തെ അങ്ങേയറ്റം ഭയപ്പെടുന്ന ഒരു കൂട്ടരാണ് ഇന്ന് ഇന്ത്യയുടെ ഭരണ സംവിധാന രാഷ്ട്രീയ നേതൃത്വത്തിലുള്ളത് എന്നുള്ളതാണ് നമ്മുടെ ഈ ചർച്ചയെ കുറെ കൂടി പൊളിറ്റിക്കലാക്കി മാറ്റുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഭരണഘടന അതിന്റെ പ്രായോഗികമായ തലത്തിൽ നിലനിർത്തിക്കൊണ്ട് തന്നെ അതിന്റെ ആശയപരമായ തലത്തെ ഇല്ലായ്മ ചെയ്യാനുള്ള ശ്രമം വളരെ സജീവമായി ഇന്ത്യയിൽ നടക്കുന്നുണ്ട്. ഭരണഘടന വെല്ലുവിളികൾ നേരിടുന്നുണ്ട് എന്ന് നമ്മൾ സാമാന്യമായിട്ട് പറയാറുമുണ്ട്. ആ നിലയിൽ ഭരണഘടനയുടെ അന്തസത്ത ചോർത്തിക്കളയുന്ന, അതിന്റെ ഭരണഘടനാ ധാർമ്മികത എന്നൊക്കെ അംബേദ്കർ തന്നെ വിശേഷിപ്പിച്ച ഒരു ആശയമണ്ഡലത്തെ ഇല്ലാതാക്കാനുള്ള ശ്രമവും വളരെ സജീവമായി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ഘട്ടത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. അതുകൊണ്ട് അംബേദ്കറും ഭരണഘടനാ നിർമ്മാണ സമിതിയിലെ അംഗങ്ങളും അത് അംബേദ്കർ ഒരാളല്ല എന്നും വിപുലമായ അന്നത്തെ ഇന്ത്യയിലെ എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെയും എല്ലാ പ്രവിശ്യകളെയും പ്രതിനിധീകരിക്കുന്ന, എല്ലാ കമ്മ്യൂണിറ്റികളെയും പ്രതിനിധീകരിക്കുന്ന വിചക്ഷണരായ ബുദ്ധിജീവികളായ രാഷ്ട്രീയ പ്രവർത്തകരായ ഒരു കൂട്ടം ധിഷണാശാലികളുടെ 3 വർഷം നീണ്ടുന്ന അധ്വാനത്തിന്റെ ബാക്കി പത്രമാണ് ഭരണഘടന എന്ന് നമുക്കറിയാം. അങ്ങനെ ഭരണഘടനാ നിർമ്മാതാക്കൾ, അംബേദ്കർ കേന്ദ്രമായി ഭരണഘടനാ നിർമ്മാതാക്കൾ സ്വപ്നം കണ്ട ഒരു ഭാവി ഇന്ത്യയെ ഇല്ലാതാക്കാനുള്ള ശ്രമം ഇന്ന് വളരെ സജീവമായി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഏറ്റവും റീസെന്റ് ആയ ഒരു കാര്യം, കഴിഞ്ഞ ദിവസം വന്ന UGCയുടെ കരട് ഡ്രാഫ്റ്റ്, UGC
മറ്റേ ഇതിന്റെ ഡ്രാഫ്റ്റ് UGC രേഖ നമ്മൾ കാണുന്നുണ്ടായി. അതിൽ ഫെഡറലിസം എന്ന് പറയുന്നതിന് എങ്ങനെയാണ് ഇല്ലാതാക്കാനുള്ള ശ്രമം നടക്കുന്നത് എന്നുള്ളത് ആ കരട് വായിച്ചു നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും. വൈസ് ചാൻസലർമാരെ കേന്ദ്രം തീരുമാനിക്കും, വൈസ് ചാൻസലർമാർ അധ്യാപകർ തീരുമാനിക്കും എന്ന് പറയുന്ന മുഴുവൻ കേന്ദ്രത്തിലേക്ക് കേന്ദ്രീകൃതമാകുന്ന നിലയിലുള്ള ഒരു സംവിധാനത്തിലേക്ക് നമ്മുടെ ഉന്നത വിദ്യാഭ്യാസത്തെ കൊണ്ടുപോകാനുള്ള ശ്രമം ആ ഡ്രാഫ്റ്റിലുണ്ട്. ഇങ്ങനെ ഓരോ മണ്ഡലത്തിലും ഈ ഫെഡറലിസം ഇല്ലാതാക്കുക, മതേതരത്വം എന്ന് പറയുന്നത് ഇന്ത്യയിൽ ഇല്ലാത്ത ഒന്നായിരുന്നു, ഭരണഘടനയിലെ അടിസ്ഥാനമായിട്ട് മതേതരത്വം ഇല്ലാത്തതാണ് എന്ന് പറയുക. എങ്ങനെ ഭരണഘടന വലിയ നിലയിൽ വെല്ലുവിളി നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു ഘട്ടത്തിലാണ് നമ്മൾ അംബേദ്കറിലേക്കും ഭരണഘടനയിലേക്കും തിരിച്ചു പോകുന്നത്. ഞാൻ ശ്യാമിൽ നിന്ന് തുടങ്ങാം. ശിവദാസ് ഏട്ടൻ വരുന്നതുവരെ ശ്യാം സംസാരിക്കാം. അതിനുശേഷം ശിവദാസ് ഏട്ടനിലേക്ക് നോക്കി 2 റൗണ്ടായിട്ട് സംസാരിക്കാമെന്ന് കരുതുന്നു. ശ്യാമിനോട് എനിക്ക് തുടക്കത്തിൽ ചോദിക്കാനുള്ളത് ഈ അമിത്ഷായുടെ ഒരു പ്രഖ്യാപനത്തെ കുറിച്ച് തന്നെയാണ്. അംബേദ്കർ എന്നുള്ളത്, അംബേദ്കർ ഒരു തരം ഭൂതം പോലെ ഹിന്ദുത്വത്തെ ഭയപ്പെടുത്തുന്നുണ്ട് എന്നുള്ളതാണ് അമിത്ഷായുടെ പ്രസ്താവനയിൽ നിന്ന് തോന്നുന്നത്. ഏതോ നിലയിൽ ഭീതിയുള്ള ഒരു വാക്കായി അവർ അംബേദ്കർ എന്ന് കേൾക്കുന്നു. എന്തുകൊണ്ടായിരിക്കാം ഹിന്ദുത്വത്തെ അംബേദ്കർ ഇത്ര പേടിപ്പിക്കുന്നത് എന്നിടത്ത് ആരംഭിക്കാൻ തോന്നുന്നു? വളരെ പ്രധാനപ്പെട്ട നിരീക്ഷണങ്ങളാണ് റഫീഖ് ഇബ്രാഹിം ഇവിടെ അവതരിപ്പിച്ചത്. പാർലമെന്റില് ആഭ്യന്തരമന്ത്രി കൂടിയായ അമിത്ഷാ അംബേദ്കർ എന്നുള്ള നാമം ജപിക്കുന്നതിന് പകരം ഏതെങ്കിലും ദൈവത്തിന്റെ നാമം ജപിച്ചിരുന്നുവെങ്കിൽ സ്വർഗത്തിൽ പോകാമായിരുന്നു എന്ന് പറഞ്ഞത്, അത് കേട്ടപ്പോൾ എനിക്കുണ്ടായ ഒരു വികാരം ഒരു തമാശയായിട്ടാണ് തോന്നിയത്. കാരണം ചരിത്രത്തിലെ ഒരു വലിയ തമാശയാണ് അമിത്ഷായുടെ ആ പ്രസ്താവന. തമാശയാണെന്ന് പറയാൻ കാരണം, ഈ വാൽമീകി രാമായണത്തിൽ ശംഭുകനെ വധിക്കുന്ന ഒരു രംഗം വിവരിക്കുന്നുണ്ട്. ആ വിവരിക്കുമ്പോൾ അവിടെ രാമൻ ശംഭൂകന്റെ ശിരസ് ഛേദിക്കുകയാണ്. ശിരസ് ഛേദിക്കുന്നതിന് തൊട്ടു മുമ്പിൽ രാമൻ ശംഭൂകനോട് ചോദിക്കുന്നത്, താങ്കളുടെ യോനി ഏതാണ്? കസ്യാം യോനിം, താങ്കൾ ഏത് യോനിയിലാണ് പിറന്നത് എന്ന് പറഞ്ഞാൽ എന്താണ് ശംഭൂകന്റെ ജാതി എന്നാണ് സാക്ഷാൽ രാമൻ ശംഭൂകൻ എന്ന് പറയുന്ന ശൂദ്രനോട് ചോദിക്കുന്നത്. ശംഭൂകൻ ഒരു ശൂദ്രനാണ് എന്ന് പറഞ്ഞ മാത്രയിൽ തന്നെ രാമൻ ശംഭൂകന്റെ ശിരസ് വെട്ടി പിളർക്കുകയും ശംഭൂകൻ മരണമടയുകയാണ് ചെയ്തത്. ആ സമയത്ത് ദേവന്മാരെല്ലാം പറഞ്ഞത്, വാൽമീകി രാമായണത്തിൽ ഉത്തരാഖണ്ഡത്തിൽ വളരെ വിസ്തൃതമായ വർണ്ണനയാണ് ശംഭൂകവധം. ദേവന്മാരെല്ലാം വാഴ്ത്തി രാമനെ, നന്നായി, ഈ ശംഭൂകൻ ഇനി ഒരിക്കലും സ്വർഗത്തിലേക്ക് വരില്ലല്ലോ, അവന്റെ കഥ കഴിഞ്ഞല്ലോ എന്ന. അപ്പൊ ഈ ഒരു സന്ദർഭത്തെ അമിത്ഷായുടെ പ്രസ്താവനയുമായിട്ട് നമ്മൾ കൂട്ടി വായിക്കേണ്ടതുണ്ട്. ആര് സ്വർഗത്തിൽ പോകുന്നതിനെ പറ്റിയാണ് അമിത്ഷാ ഈ പറയുന്നത്? കാരണം തപസ് ചെയ്ത് സ്വർഗത്തിൽ പോകാൻ ആഗ്രഹിച്ച ശൂദ്രരുടെ തല വെട്ടിപ്പിളർന്ന ഈ ബ്രാഹ്മണ്യം, ആ ബ്രാഹ്മണ്യം ഒരു മനുഷ്യരെയും സ്വർഗത്തിലേക്ക് ആനയിക്കുക ഇല്ല എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ദൃഷ്ടാന്തമാണ് ഈ ശംഭൂകവധ കഥ തെളിയിക്കുന്നത്. ഇവിടെ റഫീഖ് ചോദിച്ചൊരു പ്രധാനപ്പെട്ട ചോദ്യം കൂടിയുണ്ട്. എന്തുകൊണ്ടാണ് അംബേദ്കറെ ഹിന്ദുത്വം ഇത്ര ഭീകരമായി ഭയപ്പെടുന്നത്? അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരം അനിഹിലേഷൻ ഓഫ് കാസ്റ്റിൽ തന്നെയുണ്ട്. അനിഹിലേഷൻ ഓഫ് കാസ്റ്റിൽ ഡോക്ടർ ബി ആർ അംബേദ്കർ പറയും, ഏതൊരു യുക്തിയെയും നിഷേധിക്കുന്ന, ധാർമ്മികതയുടെ ഏതൊരു ഭാഗവും നിഷേധിക്കുന്ന വേദങ്ങളും ശാസ്ത്രങ്ങളും ഡൈനാമിറ്റ് വെച്ച് തകർക്കണമെന്നാണ് ഡോക്ടർ ബി ആർ അംബേദ്കർ അനിഹിലേഷൻ ഓഫ് കാസ്റ്റിൽ പറഞ്ഞത്. ഈ ആർഷഭാരത സനാതനികളുടെ മതം എന്ന് പറയുന്നത് വേദങ്ങളും ഇതിഹാസങ്ങളും പുരാണങ്ങളും ധർമ്മശാസ്ത്രങ്ങളുമാണ്. അതിന്റെ അടിത്തറ എന്ന് പറയുന്നത് എന്താണ്? ഇന്ന് ഇവർ പറഞ്ഞുകൊണ്ട് കൊടുക്കുന്ന സനാതന ധർമ്മം എന്ന് പറയുന്ന ആശയം ഉണ്ടല്ലോ. സനാതന ധർമ്മം യഥാർത്ഥത്തിൽ വർണ്ണാശ്രമ ചാതുർവർണ്ണയത്തിന്റെ മറ്റൊരു പേര് മാത്രമാണ് സനാതന ധർമ്മം എന്ന് പറയുന്നത്. കേരളത്തിന്റെ ആദരണീയനായ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞല്ലോ, ഈ സനാതന ധർമ്മം എന്ന് പറയുന്നത് വർണ്ണാശ്രമ ധർമ്മത്തിന്റെ പേര് മാത്രമാണ് എന്ന് മുഖ്യമന്ത്രി സൂചിപ്പിക്കുകയുണ്ടായി. അങ്ങനെ നോക്കിയാൽ ഏത് സനാതന ധർമ്മമാണോ ഇവർ ശ്രേഷ്ഠമാണെന്ന് പറഞ്ഞുകൊണ്ടിരുന്നത്, ആ സനാതന ധർമ്മത്തെ ഡൈനാമിറ്റ് വെച്ച് തകർക്കണമെന്ന് പറഞ്ഞ ആളാണ് ഡോക്ടർ ബി ആർ അംബേദ്കർ. ചുരുക്കത്തിൽ ഡോക്ടർ ബി ആർ അംബേദ്കർ ഹിന്ദുമതം വിട്ടു എന്നതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ സനാതന ധർമ്മത്തിന്റെ പ്രത്യയശാസ്ത്ര ബോധ്യങ്ങളെ ഉപേക്ഷിച്ചുകൊണ്ടാണ്
ഡോക്ടർ ബി ആർ അംബേദ്കർ ബുദ്ധമതത്തിലേക്ക് പരിവർത്തനം ചെയ്തത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. എന്നാൽ അദ്ദേഹത്തിന്റെ എഴുത്തുകൾ പരിശോധിച്ചാൽ അറിയാം, റിഡിൽസ് ഓഫ് ഹിന്ദുയിസം ആണെങ്കിലും റിഡിൽസ് ഓഫ് രാമ ആൻഡ് കൃഷ്ണ ആണെങ്കിലും അദ്ദേഹത്തിന്റെ ഗ്രന്ഥ പരമ്പരകളിലെ മിക്കവാറും എല്ലാം തന്നെ അടിസ്ഥാനപരമായി ഈ ബ്രാഹ്മണ്യത്തിനും വേദേതിഹാസ പുരാണ പാരമ്പര്യങ്ങൾക്കും എതിരായ, അതിന്റെ പ്രത്യയശാസ്ത്ര ബോധ്യങ്ങൾക്കെതിരായ ഒരു യുദ്ധം തന്നെയായിരുന്നു ഡോക്ടർ ബി ആർ അംബേദ്കർ ആ ഗ്രന്ഥങ്ങളിലൂടെ എല്ലാം നിർവഹിച്ചത്. ഇന്നിപ്പോ ലോക സമസ്ത സുഖിനോ ഭവന്തു എന്ന് പറയുന്നു. പക്ഷേ ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ ശിവഗിരിയിൽ നടന്ന പ്രസിദ്ധമായ പ്രഭാഷണത്തിൽ പിണറായി സൂചിപ്പിച്ചു, ഈ ലോക സമസ്ത സുഖിനോ ഭവന്തു എന്ന് പറയുന്ന ആ വാക്യത്തിന് മുമ്പ് 2 വരികളുണ്ട്. ആ വരികൾ പൊതുവെ ആരും ശ്രദ്ധിക്കാറില്ല. ആ വരികൾ എന്താണ്? സ്വസ്തി പ്രജാഭ്യാം പരിപാലയന്താം ന്യായേണ മാർഗേണ മഹിം മഹീഷ ഗോ ബ്രാഹ്മണേഭ്യഃ ശുഭമസ്തു നിത്യം ലോക സമസ്ത സുഖിനോ ഭവന്തു. സ്വസ്തി, മംഗളം ഭവിക്കട്ടെ. ആർക്ക്? പ്രജാഭ്യാം പരിപാലയന്താം, പ്രജകളെ പരിപാലിക്കുന്നവർക്ക് മംഗളം ഭവിക്കട്ടെ. എങ്ങനെയുള്ള പ്രജകളെ? ഗോ ബ്രാഹ്മണേഭ്യഃ ശുഭമസ്തു നിത്യം, പശുവിനും ബ്രാഹ്മണനും ശുഭമാണെന്ന് ഉറപ്പുവരുത്തുന്ന ആ വ്യവസ്ഥ ജയിക്കട്ടെ എന്നാണ് ഈ ശ്ലോകത്തിന്റെ അർത്ഥം തന്നെ. അപ്പൊ പശുവിനും ബ്രാഹ്മണനും സുഖം ഉറപ്പുവരുത്തുന്ന ഒരു വ്യവസ്ഥയ്ക്ക് സുഖമാണെങ്കിൽ ലോകം മുഴുവൻ സുഖമാണ്. അപ്പൊ ചുരുക്കത്തിൽ ലോകം എന്ന് പറഞ്ഞാൽ പശുവിന്റെയും ബ്രാഹ്മണന്റെയും ലോകമാണ് ലോകം എന്ന സങ്കല്പം കൊണ്ട് ബ്രാഹ്മണിക സാഹിത്യത്തിൽ വളരെ വ്യക്തമായി കാണുന്നത്. ആ ലോക സങ്കല്പത്തെയാണ്, ആ ലോക വീക്ഷണത്തെയാണ് ഡോക്ടർ ബി ആർ അംബേദ്കർ നിശിതമായി എതിർത്ത്, നിശിതമായി പരാജയപ്പെടുത്താൻ അദ്ദേഹത്തിന്റെ ജീവിതം കൊണ്ട് നിരന്തരം പരിശ്രമിച്ചുകൊണ്ടിരുന്നത്. ചുരുക്കത്തിൽ ഹിന്ദുത്വം എന്ന് പറഞ്ഞാൽ എന്താണ്? ഹിന്ദുത്വം എന്ന് പറഞ്ഞാൽ അത് ജാതി ബ്രാഹ്മണ്യത്തിന്റെ, സനാതന ധർമ്മത്തിന്റെ, വർണ്ണാശ്രമ ധർമ്മത്തിന്റെ മറ്റൊരു പേര് മാത്രമാണ് എന്ന് വ്യക്തമാണ്. അത് പുരുഷാധിപത്യത്തിൽ നിലീനമായിരിക്കുന്നു, അത് ജാതി വ്യവസ്ഥയിൽ നിലീനമായിരിക്കുന്നു, അത് മറ്റുള്ള സമുദായങ്ങളെ, വ്യത്യസ്ത സമുദായങ്ങളെ ജാതികളായി ശ്രേണീകരിക്കുന്നു. നോക്കൂ, ഇന്ത്യയിൽ വ്യത്യസ്തങ്ങളായ സമുദായങ്ങളുണ്ട്. ഈ സമുദായങ്ങളെ ജാതികളാക്കിയത് ആരാണ്? ഈ സമുദായങ്ങളെ, സമ ഉദയം എന്നാണ് സമുദായം എന്ന വാക്കിന്റെ അർത്ഥം, തുല്യമായി ഉദയം കൊള്ളുന്നവർ എന്നർത്ഥം. ഈ സമുദായങ്ങൾ തമ്മിൽ വേർകൃത്യമില്ല, ഈ സമുദായങ്ങൾ തമ്മിൽ വിവേചനമില്ല. പക്ഷേ ഈ സമ ഉദയമായ സമുദായങ്ങളെ ഇന്ത്യൻ ബ്രാഹ്മണി എന്താക്കി മാറ്റി? ജാതികളായി ശ്രേണീകരിച്ച്, തരംതിരിച്ച്, ഹീനമാക്കി, പരസ്പരം വെറുപ്പും വിദ്വേഷവും പുലർത്തുന്ന ഒരു സിസ്റ്റമാക്കി ഇന്ത്യൻ ബ്രാഹ്മണ്യം മാറ്റിയെടുത്തു എന്നുള്ളതാണ്. ഒരു വീട് വെക്കുമ്പോൾ പോലും ആ വീട് ദൂരെ നിന്ന് നോക്കുമ്പോൾ അത് ബ്രാഹ്മണന്റെ വീടാണെന്നും അത് ശൂദ്രന്റെ വീടാണെന്നും അത് ക്ഷത്രിയന്റെ വീടാണെന്നും തിരിച്ചറിയുന്ന രീതിയിലായിരിക്കണം വീട് പണിയേണ്ടത് എന്ന് പോലും പറയുന്ന രീതിയിലുള്ള സംസ്കൃത ഗ്രന്ഥങ്ങൾ രചിക്കപ്പെട്ടിരുന്നു. മയമതം, മനുഷ്യാലയ ചന്ദ്രിക മുതലായ സംസ്കൃത ഗ്രന്ഥങ്ങളൊക്കെ തന്നെ ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണങ്ങളാണ്. അപ്പം നമ്മുടെ അനുദിന ജീവിതത്തിൽ നിരന്തരം ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ് ഇന്ത്യൻ ബ്രാഹ്മണി എന്ന് പറയുന്നത്. നമ്മൾ എന്ത് ഭക്ഷണം കഴിക്കണം, നമ്മൾ ആരോട് എങ്ങനെ ഇടപെടണം, മനുഷ്യരെങ്ങനെ സ്ത്രീകളോട് ഇടപെടണം, എങ്ങനെ കുട്ടികളോട് ഇടപെടണം, ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യനോട് എങ്ങനെ ഇടപെടണം, എങ്ങനെ പെരുമാറണം എന്നൊക്കെ തീരുമാനിക്കുന്ന ഒരു വ്യവസ്ഥാക്രമമാണ് ഇന്ത്യൻ ബ്രാഹ്മണ്യം എന്ന് പറയുന്നത്. സത്യത്തിൽ ബ്രാഹ്മണ്യത്തിൽ ഉപ്പിലിട്ട ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. റഫീഖ് പറഞ്ഞൊരു പ്രധാനപ്പെട്ട പോയിന്റിലേക്ക് ഞാൻ വരികയാണ്. ഡോക്ടർ ബി ആർ അംബേദ്കർ പറയുന്നുണ്ട്, ഹിന്ദുരാജ് ഒരു വാസ്തവമായാൽ അത് ഈ രാജ്യത്തിന് ഏറ്റവും വലിയ അപകടമായിരിക്കും എന്ന സുദീർഘമായ വീക്ഷണം പങ്കുവെച്ച ഒരാളാണ് ഡോക്ടർ ബി ആർ അംബേദ്കർ. ദീർഘദർശനം ചെയ്തു, ഹിന്ദുരാജ് ഒരു വാസ്തവമായാൽ അത് ഈ രാജ്യത്തിന് ഏറ്റവും വലിയ അപകടമായിരിക്കും എന്ന്. നമ്മളതാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. റഫീഖ് സൂചിപ്പിച്ചു, UGCയുടെ കരട് രേഖ കണ്ടാൽ സത്യത്തില് അത് കടവല്ലൂർ അന്യോന്യമാണോ എന്ന് നമുക്ക് തോന്നുന്ന രീതിയിലാണ് UGCയുടെ കരട് രേഖ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. കാരണം ആരെയും വൈസ് ചാൻസലർ ആക്കാം, അധ്യാപന പരിചയം വേണ്ട, അഡ്മിനിസ്ട്രേഷൻ രംഗത്ത് പരിചയം വേണ്ട, ഒന്നും വേണ്ട. അധ്യാപകരാകാൻ നേരത്തെ നെറ്റ് പാസ്സാകണമായിരുന്നു, ഇപ്പോൾ അതൊന്നും വേണ്ട. ബിരുദാനന്തര ബിരുദത്തിന്റെ മാർക്ക് തന്നെ കുറച്ചു, 50% മതി ബിരുദാനന്തര ബിരുദത്തിന് മാർക്ക് എന്ന് പറഞ്ഞാൽ ആരാണ് സർവകലാശാലകളിൽ അധ്യാപകരാകേണ്ടത് എന്ന സങ്കല്പം തന്നെ സമ്പൂർണമായി വിച്ഛേദിക്കപ്പെട്ടു. ഒരു സർവകലാശാല അധ്യാപകൻ എന്ന സങ്കല്പത്തിലൂടെ എന്താണ് സമൂഹം ലക്ഷ്യമാക്കുന്നത്? സമൂഹത്തിന്റെ സർവതോന്മുഖമായ വളർച്ചയെ നിർണയിക്കുന്ന,
സമൂഹത്തിലെ ഇപ്പൊ നോക്കൂ, പ്ലാനിംഗ് ബോർഡ് പോലെയുള്ള കാര്യങ്ങളെ നിയന്ത്രിക്കുന്ന, അതിൽ അംഗമായിരിക്കേണ്ട സർവകലാശാല അധ്യാപകരെ പോലെയുള്ള ആളുകളാണ്. ബഹുമാനപ്പെട്ട ശിവദാസൻ MP എത്തിക്കഴിഞ്ഞു. അപ്പോൾ ഇത്തരം ഒരു സന്ദർഭത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. തന്നെയല്ല, നമുക്ക് കഴിഞ്ഞ 10 വർഷക്കാലമായിട്ട് സംഭവിച്ചൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ, രാജ്യത്തെ ദളിതർക്കും ആദിവാസികൾക്കും നേരെയുള്ള അക്രമം വളരെയധികം വർദ്ധിച്ചിരിക്കുന്നതായിട്ടാണ് കാണുന്നത്. അതുപോലെ സ്ത്രീകൾക്ക് നേരെയുള്ള അതിക്രമം വളരെയധികം വർദ്ധിച്ചിരിക്കുന്നു. ഇതിൽ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ പറഞ്ഞൊന്നും അത്ര അപ്രധാനമാണ് എന്നുള്ള അർത്ഥത്തിലല്ല, നമ്മുടെ രാജ്യം ഒരു സവർണ ഒളിഗാർക്കിക്കൽ ഭരണവ്യവസ്ഥയായി മാറിയിരിക്കുന്നു എന്നുള്ളതാണ്. നമ്മുടെ രാജ്യം ഒരു സവർണ ഒളിഗാർക്കിയായി മാറിയിരിക്കുന്നു എന്നുള്ളതാണ്. ഡോക്ടർ അംബേദ്കർ പറയുന്നുണ്ട്, ജനാധിപത്യം എന്ന് പറയുന്നത് ന്യൂനപക്ഷങ്ങൾക്ക് സവിശേഷ അധികാരമുള്ള, അവരെ പ്രത്യേകമായി സംരക്ഷിക്കേണ്ട ഒരു വ്യവസ്ഥാക്രമമായിരിക്കണം രാജ്യത്തുണ്ടായിരിക്കേണ്ടത് എന്ന് ഡോക്ടർ അംബേദ്കർ പറയുന്നുണ്ട്. പക്ഷെ ഇന്ന് എന്താണ് രാജ്യത്തെ ന്യൂനപക്ഷങ്ങളുടെ അവസ്ഥ? രാജ്യത്തെ ന്യൂനപക്ഷങ്ങൾ ഏറ്റവും അരക്ഷിതരായി ജീവിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു. പള്ളിയുടെ അടിയിൽ നിന്ന് എന്തെങ്കിലും കണ്ടെത്തിയെന്നൊരു വാർത്ത വന്നാൽ തന്നെയും വലിയ രീതിയിലുള്ള വിഭജനങ്ങളും വിദ്വേഷങ്ങളും നടത്തപ്പെടുന്നു. അപ്പൊ ഈ രീതിയിൽ ഭരണഘടനാ വ്യവസ്ഥിതിയെ തന്നെ അട്ടിമറിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഭരണഘടന 75 വർഷം പൂർത്തീകരിക്കുമ്പോൾ നമ്മുടെ രാജ്യം എന്തായി മാറിയിരിക്കുന്നു? നമ്മുടെ രാജ്യത്തിലെ സർവകലാശാലകളെ സമ്പൂർണമായി ഹിന്ദുത്വവൽക്കരിച്ചിരിക്കുന്നു. നമ്മുടെ രാജ്യത്തെ ന്യൂനപക്ഷങ്ങളെ സമ്പൂർണമായ വേട്ടയ്ക്ക് വിട്ടുകൊടുത്തിരിക്കുന്നു. നമ്മുടെ രാജ്യത്ത് ദളിതർക്കും ആദിവാസികൾക്കും ഭരണകൂടത്തിൽ യാതൊരുവിധ പ്രാപ്തിയുമില്ലാത്ത രീതിയിൽ ഹിംസാത്മകമായി അരികുവൽക്കരിച്ചിരിക്കുന്നു. അവർക്കെതിരെയുള്ള വേട്ടകൾ നിരന്തര സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നു. അങ്കിൾ പലിവാളിന്റെ പഠനം സൂചിപ്പിക്കുന്നത്, ഇന്ത്യൻ സർവകലാശാലകളിലെ 96% തസ്തികകളിലും സവർണരാണ് ജോലി ചെയ്യുന്നത്. സവർണരാണ് ആ തസ്തികയിലുള്ളത്. മാനവവിഭവശേഷി മന്ത്രാലയം പാർലമെന്റിൽ വെച്ച കണക്ക് സൂചിപ്പിക്കുന്നത്, ഇന്ത്യൻ IIT-കളിലെ 90% തസ്തികകളിലും സവർണരാണ്. എന്ന് പറഞ്ഞാൽ ഡോക്ടർ അംബേദ്കർ മുന്നോട്ട് വെച്ച പ്രാതിനിധ്യ ജനാധിപത്യം എന്ന് പറയുന്ന ആശയം സമ്പൂർണമായ ഭീകരമായ അപകടത്തിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഹിന്ദുത്വം എന്ന് പറയുന്നത് നമ്മൾ വിചാരിക്കുന്ന രീതിയിലുള്ള ഒരു നിസ്സാരമായ വ്യവസ്ഥാക്രമമല്ല. നമ്മുടെ സാംസ്കാരികവും സാമൂഹികവും നമ്മുടെ നിത്യജീവിതത്തിലുള്ള എല്ലാ കാര്യങ്ങളിലേക്കും അത് പിടിമുറുക്കിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ട് കാണും ഈ ഓയോ റൂമുകളെ പറ്റി. ഓയോ റൂമുകളിൽ ഇനിയിപ്പം വിവാഹം കഴിക്കുന്ന ദമ്പതികൾക്ക് മാത്രം റൂം എടുക്കാൻ കഴിയൂ എന്നുള്ളൊരു വാർത്ത ചിലപ്പോൾ നമുക്ക് തമാശയായിട്ട് തോന്നിയേക്കാം. അതിലൊക്കെ ഇപ്പൊ എന്തിരിക്കുന്നു എന്ന് തോന്നിയേക്കാം. പക്ഷെ എന്താണ് അതിന്റെ അർത്ഥം? അതിന്റെ അർത്ഥം വളരെ വ്യക്തമാണ്. ആർഷഭാരത കുലസ്ത്രീ പാരമ്പര്യവും പിതൃമേധാവിത്വം ഊട്ടിയുറപ്പിക്കുന്നതിനും ഈ പറയുന്ന ധർമ്മശാസ്ത്രങ്ങളുടെയും ധർമ്മസൂത്രങ്ങളുടെയും അടിസ്ഥാനത്തിലുള്ള സദാചാര വ്യവസ്ഥയായി ഇന്ത്യയുടെ സാമൂഹ്യ ക്രമം, ആ ആൺകോയ്മ വ്യവസ്ഥിതി നിലനിൽക്കണമെന്ന അർത്ഥത്തിലാണ് ഇതെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇന്ത്യയിലെ ബ്രാഹ്മണ്യം ഒരു ഭരണകൂട ക്രമമായി നിലനിൽക്കുമ്പോൾ സ്വാഭാവികമായി സാമൂഹികമായും സാംസ്കാരികമായും അതെല്ലാവരും സ്വാംശീകരിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് അപകടം, വളരെ ഭീകരമായ അപകടത്തിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അതിനെതിരെ ജാഗ്രതയോടെ പ്രവർത്തിച്ചില്ലെങ്കിൽ നമ്മുടെ നാട് വലിയ രീതിയിലുള്ള ജനാധിപത്യ വിരുദ്ധതയ്ക്ക് വഴിമാറും. അതുകൊണ്ട് ഭരണഘടന 75 എത്തി നിൽക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഭാരതീയ ന്യായ സംഹിത വന്നു കഴിഞ്ഞു. ആ ന്യായ സംഹിതയിൽ ഇതുവരെയുള്ള ജനാധിപത്യ വിരുദ്ധതയ്ക്ക് പരിഹാരം കാണാനാണ് ഭാരതീയ ന്യായ സംഹിത വന്നെന്നാണ് പറയുന്നത്. പക്ഷേ ഇപ്പോൾ അതൊരു ജനാധിപത്യ വിരുദ്ധത കൂടാരമായി ഭാരതീയ ന്യായ സംഹിത മാറുന്നു. ഇങ്ങനെ ഓരോ കാര്യങ്ങൾ, ഓരോ നിയമം എടുത്ത് പരിശോധിച്ചാൽ മതി. പുതുതായി കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്ന പലതരം ബില്ലുകൾ പരിശോധിച്ചാൽ മതി. അതുകൊണ്ട് ഞാൻ തൽക്കാലം അത്തരം കാര്യങ്ങളിലേക്കൊന്നും കടക്കുന്നില്ല. അങ്ങനെ നിയമപരമായി, സാംസ്കാരികമായി, സാമൂഹികമായി നമ്മുടെ രാജ്യത്തെ വലിയ രീതിയിൽ പിടിമുറുക്കുമ്പോൾ നമ്മുടെ രാജ്യം ആ അപകടത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള അടയാളമാണ് ഡോക്ടർ അംബേദ്കർ എന്നുള്ളതാണ് ഇവിടെ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമ്മുടെ പാനലിസ്റ്റുകൾ എല്ലാവരും എത്തിച്ചേർന്നിട്ടുണ്ട്. ഞാൻ ബഹുമാനപ്പെട്ട ശിവദാസൻ MP-യിലേക്ക് വരാം. ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരുന്നത് അമിത്ഷായുടെ ഒരു പ്രസ്താവനയെ മുൻനിർത്തിയിട്ട് അംബേദ്കർ എന്തുകൊണ്ട് ഹിന്ദുത്വം ഇത്ര ഭയപ്പെടുന്നു എന്നൊരു എലമെന്റിലാണ് നിർത്തിയത്. താങ്കളിലേക്ക് നേരിട്ട് ഭരണഘടനയുമായി ബന്ധപ്പെട്ട് വരാൻ തോന്നുന്നു. രാജ്യസഭയിൽ ഉള്ള ഒരാളെന്നുള്ള നിലയിൽ കൂട്ടി ഭരണഘടന ഏറ്റവും പ്രധാനപ്പെട്ട തത്വങ്ങളിലൊന്നായിട്ട് എനിക്ക് തോന്നുന്നു ഫെഡറലിസത്തെ നമുക്ക് കാണാം എന്ന് കരുതുന്നു. ഇപ്പോൾ 1-ാം അനുച്ഛേദത്തിൽ തന്നെ ഇന്ത്യ എന്ന് പറയുന്നത് ഫെഡറലിസത്തിന്റെ ഒരു യൂണിയൻ ആണ് എന്ന് അസന്നിഗ്ധമായിട്ട് ഭരണഘടന പ്രസ്താവിക്കുന്നുണ്ട്.
ഇന്ന് ഈ ഫെഡറലിസം എന്ന് പറയുന്നത് ഏതൊക്കെ നിലയിലാണ് കേന്ദ്ര സർക്കാരിനാൽ വെല്ലുവിളിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്? അത് ഭരണഘടനാ വിരുദ്ധമായ നിലയിലേക്ക് മാറുന്നുണ്ടോ എന്നൊരു MP എന്നുള്ള നിലയിൽ ആണ് അങ്ങയുടെ ഒരു അഭിപ്രായം അറിയാൻ. ഏറ്റവും സുപ്രധാനമാണ്, ഇന്ത്യ എന്നുള്ളത് സംസ്ഥാനങ്ങളുടെ യൂണിയനാണ് എന്നുവെച്ചാൽ ഭരണഘടനയുടെ ഏറ്റവും മുന്നിൽ വെച്ചിട്ടുള്ളൊരു പദമാണ്, ഒരു വാക്കാണ്. ഇപ്പം ഇന്ത്യ എന്നുള്ളത് ഭരണഘടനയാൽ നിർമ്മിതമാണ്. ഓരോ ഇന്ത്യക്കാരൻ എന്നുള്ള ഐഡന്റിറ്റിയും ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളത് ഇന്ത്യ എന്ന നമ്മുടെ ഭരണഘടനയെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ്. അപ്പോൾ ആ ഭരണഘടനയിലെ ഏറ്റവും പ്രസക്തമായ തത്വം, പ്രസക്തമായ കാഴ്ചപ്പാട് പുറകിലോട്ട് മാറ്റപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് ഇന്ന് നാം കാണുന്ന ഒരു കാര്യം. ആ പുറകിലോട്ട് മാറ്റപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അംബേദ്കർ ഉൾപ്പെടെയുള്ള ദേശീയ പ്രസ്ഥാനത്തിൻ്റെ നായകന്മാർ മുന്നോട്ട് വെച്ചിട്ടുള്ള കാഴ്ചപ്പാടിനെ പുറകിലോട്ട് മാറ്റുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ ഇന്ത്യൻ പാർലമെന്റിൽ തന്നെ എടുത്ത് നമുക്ക് അതിൻ്റെ ഉദാഹരണം പറയാം. ഇവിടെ പാർലമെന്റ് ആണല്ലോ തുടക്കത്തിൽ തന്നെ പറഞ്ഞിട്ടുള്ളത്. പാർലമെന്റിൽ കടന്നു ചെല്ലുമ്പോൾ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗത്തുണ്ടായിരുന്ന ഒരു സ്റ്റാച്യു അംബേദ്കറിൻ്റെതാണ്, സ്റ്റാച്യുവിലൊന്ന്. എന്നാൽ അംബേദ്കറിൻ്റെ സ്റ്റാച്യു ഇന്ന് ആരും കാണാത്ത മൂലയിലേക്ക് എടുത്തു മാറ്റപ്പെട്ടു. അംബേദ്കറിൻ്റെ സ്റ്റാച്യു മൂലയിലേക്ക് എടുത്തു മാറ്റപ്പെട്ടു എന്നുള്ളത് മാത്രമല്ല, അംബേദ്കർ ഉൾപ്പെടെ ഉയർത്തിപ്പിടിച്ചിട്ടുള്ള ആശയങ്ങൾ അത് മൂലയിലേക്ക് കൊണ്ടുവെക്കാൻ, അരികുവൽക്കരിക്കാൻ വേണ്ടിയുള്ള തീവ്ര ശ്രമങ്ങൾ കൂടി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് നാം അംബേദ്കറിനെ കുറിച്ചും അംബേദ്കറിന്റെ ഭരണഘടനാ സങ്കല്പങ്ങളെക്കുറിച്ചും നാം ചർച്ച ചെയ്യുന്നത്. അംബേദ്കർ BBC-യുമായി നടത്തിയിട്ടുള്ള ഒരു ഇന്റർവ്യൂവിലെ പ്രസക്ത ഭാഗം ഇവിടെ പറയുന്നത് നല്ലതായിരിക്കും എന്ന് എനിക്ക് തോന്നുകയാണ്. ഇന്റർവ്യൂവിൽ അംബേദ്കറിനോട് BBC ലേഖകൻ ചോദിക്കുകയാണ്, ഇന്ത്യയിൽ ജനാധിപത്യം പ്രവർത്തിക്കുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? ആ അംബേദ്കർ മറുപടി പറയുകയാണ്, ഇല്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ ഔപചാരികമായി ജനാധിപത്യം എന്ന് പറയാം. BBC പ്രതിനിധി ചോദിക്കുന്നു, നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? അംബേദ്കർ മറുപടി പറയുകയാണ്, കാലാകാലം തെരഞ്ഞെടുപ്പൊക്കെ നടക്കും, പ്രധാനമന്ത്രിയൊക്കെ തെരഞ്ഞെടുക്കും. വീണ്ടും തുടർ ചോദ്യം, തിരഞ്ഞെടുപ്പുകൾ പ്രധാനമല്ലേ? മറുപടി, ആണ്, തെരഞ്ഞെടുപ്പുകൾ ശരിക്കും നല്ല മനുഷ്യരെ തെരഞ്ഞെടുക്കുന്നുവെങ്കിൽ അവ പ്രധാനമാണ്. BBC, തെരഞ്ഞെടുപ്പുകൾ പ്രധാനമാണ്, കാരണം അവ സർക്കാരിനെ മാറ്റാൻ അവസരം നൽകുന്നു. അംബേദ്കർ അതിന്റെ തുടർച്ചയിൽ, അതെ, പക്ഷെ വോട്ട് ചെയ്യുന്നത് സർക്കാരിന്റെ മാറ്റമാണെന്ന് ആർക്കാണ് ധാരണ? ആർക്കും അങ്ങനെ തോന്നുന്നില്ല. ആളുകൾക്ക് ബോധമില്ല. നമ്മുടെ തെരഞ്ഞെടുപ്പ് സമ്പ്രദായം ഒരിക്കലും സ്ഥാനാർത്ഥിയെ തെരഞ്ഞെടുക്കാൻ അനുവദിക്കുന്നില്ല. അംബേദ്കർ തുടർന്നു, ഉദാഹരണത്തിന് കോൺഗ്രസ് പറയുന്നു കാളക്ക് വോട്ട് ചെയ്യുക. കോൺഗ്രസിന്റെ പഴയ ചിഹ്നമാണല്ലോ കാള. കാളക്ക് വോട്ട് ചെയ്യുക. കാളയെ പ്രതിനിധീകരിക്കുന്നത് ആരാണെന്ന് ഒരിക്കലും ചോദ്യം വരുന്നില്ല. കാള എന്ന തെരഞ്ഞെടുപ്പ് ചിഹ്നത്തിന് പിന്നിലെ സ്ഥാനാർത്ഥി ആരാണെന്ന് ആരും ശ്രദ്ധിക്കുന്നില്ല. ആളുകൾ തിരഞ്ഞെടുപ്പ് ചിഹ്നത്തിന് മാത്രമേ വോട്ട് ചെയ്യൂ. തിരഞ്ഞെടുപ്പ് ചിഹ്നമായ കാളയുടെ പിന്നിൽ ഒരു കഴുതയാണോ അതോ വിദ്യാസമ്പന്നനായ വ്യക്തിയാണോ എന്നുള്ളത് ആളുകൾക്ക് അറിയില്ല. കാളയുടെ പിന്നിൽ കഴുതയാണോ എന്ന് അംബേദ്കർ അന്ന് BBC-യുടെ ലേഖകനോട് ചോദിച്ച ചോദ്യം പ്രസക്തമാണ്. അത് കേവലം കോൺഗ്രസിന്റെ ചിഹ്നം കാളയാണ്. ആ കാള പിന്നീട് പശുവും കിടാവുമായി മാറുന്നു. 1977 ശേഷം കോൺഗ്രസിന്റെ ചിഹ്നം കൈപ്പറ്റുകയാവുന്നു. കാളയിൽ നിന്ന് പശുവും കിടാവിലേക്കുള്ള വരവ്, പശുവിനെയും കിടാവിനെയും എങ്ങനെയാണ് RSSന്റെ രാഷ്ട്രീയമായി പിന്നെ ഇന്ത്യയിൽ രൂപപ്പെടുത്തിയത് എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു അന്വേഷണവും പ്രസക്തമാണ്. ഇനി രണ്ട്, അംബേദ്കറിന്റെ ഭരണഘടനാ സങ്കല്പങ്ങൾ രൂപപ്പെടുന്നതിന് പിന്നിലെ ഏറ്റവും പ്രധാനപ്പെട്ട ശക്തി എന്നുള്ളത് അംബേദ്കറിന്റെ തന്നെ ജീവിതാനുഭവങ്ങളാണ്. ഒരുപക്ഷെ ഇവിടെ പരാമർശിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അംബേദ്കർ തൻ്റെ പിതാവിനെ കാണുന്നതിന് വേണ്ടി അദ്ദേഹം നടത്തിയിട്ടുള്ള വീട്ടിൽ നിന്ന്, അദ്ദേഹത്തിൻ്റെ ഗ്രാമത്തിൽ നിന്ന് അദ്ദേഹം തൻ്റെ പിതാവ് ജോലി ചെയ്യുന്ന സ്ഥലത്തേക്ക് നടത്തിയിട്ടുള്ള, കുർഗോണിലേക്ക് നടത്തിയിട്ടുള്ള യാത്ര, ഓൺ ദ വേ ടു കുർഗോൺ എന്ന പേരിൽ അദ്ദേഹം എഴുതിയിട്ടുള്ള കുറിപ്പ് വളരെ പ്രധാനമാണ്. ആദ്യം അദ്ദേഹം തൻ്റെ അച്ഛൻ്റെ കത്ത് കിട്ടുകയാണ്. ഇങ്ങോട്ട് ജോലി സ്ഥലത്തേക്ക് വന്നാൽ നിങ്ങൾക്ക് അവിടെ വെക്കേഷൻ ചെലവഴിക്കാമെന്നുള്ള കത്ത് കിട്ടുന്നു. അതിൻ്റെ തുടർച്ചയിൽ സഹോദരനും സഹോദരിയുടെ മകനും ചേർന്ന് യാത്രയ്ക്ക് തയ്യാറെടുക്കുന്നു. ആ യാത്രയുടെ വേളയിൽ അവർ നല്ല ഡ്രസ്സൊക്കെ അണിഞ്ഞ് വളരെ നന്നായി, അംബേദ്കർ തന്നെ പറയാണ്, ബ്രാഹ്മണൻ എന്ന് തോന്നിക്കുന്ന നിലയിൽ ആയിരുന്നു അവരുടെ ഡ്രസ്സിംഗ് എന്ന് പറയുന്നു. സ്റ്റേഷനിൽ വണ്ടി ഇറങ്ങിയപ്പോൾ സ്റ്റേഷൻ മാസ്റ്റർ ധരിച്ചത് ഇവർ അൺടച്ചബിൾസ് ആണ് എന്നല്ല, ഇവർ ജാതി ശ്രേണിയിലുള്ള കുട്ടികളാണെന്ന് കരുതി ആ കുട്ടികൾക്ക് സഹായങ്ങൾ ചെയ്യുന്നു. പക്ഷെ പിന്നീട് ജാതി ചോദിക്കുകയും മഹറാണെന്ന് മനസ്സിലാക്കിയതിനു ശേഷം
ഏറ്റവും മോശപ്പെട്ട നിലയിൽ അവരോട് പെരുമാറുന്നു. പിന്നീട് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് അച്ഛൻ്റെ ജോലി സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്നതിന് ഒറ്റ കാളവണ്ടിക്കാരനും തയ്യാറാവുന്നില്ല. പണം കൂടുതൽ കൊടുക്കാമെന്ന് പറഞ്ഞിട്ടും തയ്യാറാവുന്നില്ല. ഒടുവിൽ ഒരു കാളവണ്ടിക്കാരൻ തയ്യാറാവുന്നു, ഇവർ തന്നെ കാളവണ്ടി ഓടിക്കണമെന്ന കരാറിൽ. അങ്ങനെ ഒടുവിലുള്ള യാത്രയുടെ വെള്ളം കിട്ടാത്ത ദുരിതം അനുഭവിക്കേണ്ടി വന്ന ആ നീണ്ട യാത്രയെക്കുറിച്ചുള്ള അംബേദ്കർ എന്ന 9 വയസ്സുകാരനായ കുട്ടിയുടെ അനുഭവം വിവരിക്കപ്പെടുന്നുണ്ട്. അൺടച്ചബിൾസ് ഉള്ള എന്ന് പറഞ്ഞാൽ ജാതി ശ്രേണിയിൽ തൊട്ടുകൂടായ്മയും തീണ്ടിക്കൂടായ്മയുള്ള ഒരു കാലത്തെ സ്വന്തം ജീവിതത്തിൽ അനുഭവിക്കേണ്ടി വന്നിട്ടുള്ള ഒരു മനുഷ്യൻ എങ്ങനെയാണ് ഇന്ത്യൻ ഭരണഘടനയെ കണ്ടിട്ടുണ്ടാവുക എന്നുള്ള ചോദ്യത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരമെന്നുള്ളത് സമത്വം പൂക്കുന്ന ഒരു ലോകത്തെ ആയിരിക്കും അദ്ദേഹം കണ്ടിട്ടുണ്ടാകുക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് BBC-യുടെ തന്നെ ഇന്റർവ്യൂവിനകത്ത് ഒരിക്കൽ അദ്ദേഹം പറഞ്ഞത്, ജനാധിപത്യം പുലരുമോ എന്ന ചോദ്യത്തിൻ്റെ തുടർച്ചയിൽ എന്തായാലും എല്ലാവരുടെയും ആവശ്യങ്ങൾ നിർവഹിക്കുന്ന ഒരു തരത്തിലുള്ള ഒരു കമ്മ്യൂണിസം വരും എന്ന് അദ്ദേഹം പ്രതീക്ഷയർപ്പിക്കുന്നത്, ആ പ്രതീക്ഷയുടെ തുടർച്ചയിൽ മറ്റൊന്നുകൂടി അദ്ദേഹത്തിൻ്റെ വാക്കുകളായി നമ്മുടെ ചെവിയിൽ മുഴങ്ങുന്നുണ്ട്. അത് ഇന്ത്യയിൽ ഏറ്റവും അപകടകരമായി ഇന്ത്യ നോക്കിക്കാണേണ്ടത് ഹിന്ദുരാജിൻ്റെ മുദ്രാവാക്യത്തെയാണ് എന്ന അംബേദ്കറിൻ്റെ വാക്കുകളാണ്. ഹിന്ദുരാജ് അത് ഇന്ത്യയെ വിഭജിക്കുന്ന, ഇന്ത്യയുടെ ഹൃദയത്തെ വിഭജിക്കുന്ന, മനുഷ്യരെ വിഭജിക്കുന്ന ജനവിരുദ്ധമായിട്ടുള്ള അപകടകാരിയായിട്ടുള്ള ഒന്നായി അംബേദ്കർ കണ്ടിട്ടുള്ളത് ഹിന്ദുരാജിനെയാണ്, ഹിന്ദുത്വത്തെയാണ് എന്നുള്ളത് ഇന്നത്തെ ഇന്ത്യയിൽ സ്മരിക്കുന്നതും വിളിച്ചു പറയുന്നതും അംബേദ്കറിനോടുള്ള ആദരവിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അടയാളപ്പെടുത്തലാണ്. ഇവിടെ ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രി ഇന്ത്യയുടെ രാജ്യസഭയിൽ നടത്തിയിട്ടുള്ള ഒരു പ്രസംഗത്തിൽ പറയുകയുണ്ടായി, അംബേദ്കർ എന്ന് വിളിച്ചിട്ട് നിങ്ങൾക്ക് എന്ത് കിട്ടാനാണ്? നിങ്ങളുടെ ഭഗവാന്റെ പേര് പറയുകയാണെങ്കിൽ, അത്രയും തവണ നിങ്ങൾ ഭഗവാനെ വിളിക്കുകയാണെങ്കിൽ നിങ്ങളുടെ 7 തലമുറക്ക് സ്വർഗത്തിൽ പോകാൻ കഴിയുമല്ലോ എന്നാണ് ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രി തൻ്റെ രാജ്യസഭയിലെ നീണ്ട പ്രസംഗത്തിൽ പറഞ്ഞത്. അംബേദ്കർ എന്ന വിളി, അംബേദ്കർ ഒരു മുദ്രാവാക്യമായി രൂപപ്പെടുന്നത് എല്ലാവർക്കും സമത്വത്തോടുകൂടി ജീവിക്കാൻ പറ്റുന്ന, നീതി പുലരുന്ന ഒരു ലോകക്രമത്തിന് വേണ്ടിയുള്ള സമരത്തെ ഉൾപ്പെടെ ശക്തിപ്പെടുത്തുന്നതായിരിക്കുമെന്ന് ഇന്ന് ഇന്ത്യയിൽ ജീവിക്കുന്ന എല്ലാ മനുഷ്യരും ചിന്തിക്കുകയാണ്. അതിൻ്റെ അടിസ്ഥാനം അംബേദ്കർ ഇന്ന് കേവലം ഒരു മനുഷ്യൻ്റെ പേര് മാത്രമായിട്ടല്ല നിൽക്കുന്നത്. അംബേദ്കർ എന്നുള്ളത് നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടത്തിൻ്റെ ഒരു പര്യായ പദമായിട്ടാണ്. ഇവിടെ ഞാൻ സംസാരിക്കുന്ന മുമ്പ് യൂണിവേഴ്സിറ്റിയിലെ നിയമനത്തെക്കുറിച്ച് പറയുണ്ടായി. എൻ്റെ പാർലമെൻറ്റിലെ ഒരു ചോദ്യത്തിന് നൽകിയിട്ടുള്ള ഉത്തരങ്ങളിൽ ഇന്ത്യയുടെ മാനവശേഷി വകുപ്പ് വന്നിട്ടുള്ള ഉത്തരവെന്നുള്ളത് ഇന്ത്യയിലെ 21 സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾക്കകത്ത് ഒരൊറ്റ ആദിവാസി വിദ്യാർത്ഥി പോലും ഗവേഷകനായിട്ടില്ല എന്നാണ്. ഒരൊറ്റ ആദിവാസി വിദ്യാർത്ഥി ഗവേഷകനായിട്ടില്ല എന്നാണ്. ഇന്ത്യയിലെ 12 വിദ്യാഭ്യാസ സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾക്കകത്ത് ഒരൊറ്റ ദളിത് വിദ്യാർത്ഥി പോലും ഗവേഷകനായിട്ട് പ്രവർത്തിക്കുന്നില്ല എന്നുള്ളത്. എന്താണ് ഇന്ത്യയുടെ ചിത്രം? ഈ ചിത്രങ്ങൾക്ക് മുമ്പിൽ നിൽക്കുമ്പോഴാണ് നാം മറ്റൊരു അനുഭവം കൂടി കാണുന്നത്. IIT-യിൽ ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സുഹൃത്ത് ഒരിക്കൽ എന്നെ വിളിച്ചിട്ട് പറയേണ്ടായി, നിങ്ങളൊക്കെ ഈ സംവരണം എന്ന് പറയുന്നത് കൊണ്ടാണ് നമ്മുടെ രാജ്യത്ത് ഞാൻ ഉൾപ്പെടെയുള്ള ആൾക്ക് ജോലി കിട്ടാത്തത്. അദ്ദേഹത്തിൻ്റെ അതിതീക്ഷണമായിട്ടുള്ള വർത്താനാണ് എന്നോട് പറയുന്നത്. ആ സൗഹൃദത്തിൻ്റെ അധികാരം കൂടി വെച്ചുകൊണ്ട്, നിങ്ങളുടെ മുദ്രാവാക്യമാണ് ഞങ്ങൾക്ക് ജോലി കിട്ടാതിരിക്കുന്നതിൻ്റെ കാരണം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. നോക്കുക, സംവരണം എന്നുള്ള മുദ്രാവാക്യം കൊണ്ടാണ് ഞങ്ങൾക്ക് ജോലി കിട്ടാതാവുന്നതെന്ന് വിശ്വസിക്കുന്ന ഒരു വലിയ ജനവിഭാഗം നമ്മുടെ നാട്ടിലുണ്ട്. ഒരു യാഥാർത്ഥ്യമാണ്. സംഭാഷണത്തിനിടയിൽ ഞാൻ തിരികെ ചോദിച്ചു, ഇന്ത്യൻ റെയിൽവേയിൽ 1990-കളിൽ എത്ര ജീവനക്കാരാണ് ഉണ്ടായിരുന്നത്? ഇന്ത്യൻ റെയിൽവേയിൽ 20 ലക്ഷത്തിനകത്ത് അടുത്ത് ജീവനക്കാരുണ്ടായിരുന്നു. 20 ലക്ഷത്തിനകത്ത് ജീവനക്കാരുണ്ടാകുക എന്ന് പറഞ്ഞാൽ അന്ന് 10 ലക്ഷത്തോളം ആളുകൾ ജനറൽ കാറ്റഗറിയിൽ എന്ന് പറഞ്ഞാൽ സംവരണത്തിന് അപ്പുറത്തുള്ള നിലയിലുള്ള പ്രവേശനം അവർക്ക് ലഭിക്കും, സംവരണത്തിന് അപ്പുറത്ത്. പക്ഷെ ഇന്ന് ഇന്ത്യൻ റെയിൽവേയിലെ ആകെ ജീവനക്കാരുടെ എണ്ണം എന്നുള്ളത് 8 ലക്ഷത്തിന് അടുത്ത് നിൽക്കുകയാണ്. എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഇന്ത്യൻ റെയിൽവേയിലെ ആകെ നിയമനങ്ങൾ എന്നുള്ളത് 8 ലക്ഷമായി ചുരുങ്ങുന്നു. ആ 8 ലക്ഷമായി ചുരുങ്ങുന്നതിൽ 4 ലക്ഷം മാത്രമാണ് ജനറൽ കാറ്റഗറിയിലൂടെയും 4 ലക്ഷം മാത്രമാണ് റിസർവേഷൻ്റെ ഭാഗമായിട്ടും പ്രവേശനം നേടുക. ഇന്ത്യയിലെ തൊഴിൽ മേഖലയിൽ വന്നിട്ടുള്ള ആ വലിയ നിലയിലുള്ള ഇടിവ്, തൊഴിലവസരങ്ങളുടെ ഇടിവിനെ കുറിച്ച് ചർച്ച ചെയ്യുന്നതിന് പകരം സംവരണമാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം ഇന്ത്യയിൽ ജോലി കിട്ടാതിരിക്കുന്നതിനുള്ള കാരണമെന്ന് പറഞ്ഞു വെക്കുകയാണ്. നമ്മുടെ മുമ്പിൽ എന്തെല്ലാം കാഴ്ചകളാണ് ഇന്ന്. അംബേദ്കറിൻ്റെ രാഷ്ട്രീയം, അംബേദ്കറിൻ്റെ
നീതിബോധത്തെക്കുറിച്ചുള്ള ചർച്ചയിൽ എന്തെല്ലാം ചിത്രങ്ങൾ നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ്. ഞാൻ SFIയുടെ ഭാരവാഹിയായി പ്രവർത്തിക്കുമ്പോൾ ഡൽഹിയിൽ നിന്നൊരിക്കൽ മധുരയിലേക്ക് വരികയാണ്. ഡൽഹിയിൽ നിന്ന് മധുരയിലേക്ക് വരുമ്പോൾ ഞാൻ എന്തുകൊണ്ടോ ആളുകളുടെ നിറവും ആളുകളുടെ സംസാരത്തിൻ്റെ രീതിയൊക്കെ നോക്കുകയുണ്ടായി. ആ നോട്ടത്തിനിടയിൽ ഞാൻ കണ്ടിട്ടുള്ള ഒരു സവിശേഷത, ഡൽഹിയിൽ നിന്ന് മധുരയിലേക്കുള്ള യാത്രയിൽ ഞാൻ ടിക്കറ്റ് കൗണ്ടറിൽ പോയപ്പോൾ അവിടെ കണ്ടിട്ടുള്ള ആളുകളുടെയൊക്കെ മുഖമൊക്കെ അല്പം വെസ്റ്റേൺ എന്ന് പറഞ്ഞാൽ ഒരു യൂറോപ്യൻ കളറുള്ള ആളുകളെയാണ് എനിക്ക് കാണാൻ കഴിഞ്ഞത്. എന്ന് പറഞ്ഞാൽ എൻ്റെ നാട്ടിൻ പുറത്തെ ആളുകളുടെ മുഖഭാവത്തോട് ചേർന്ന് നിൽക്കുന്ന മുഖഭാവം കാണാൻ കഴിഞ്ഞില്ല. ഞാൻ ഫ്ലൈറ്റിൽ യാത്ര ചെയ്യുമ്പോൾ ആ ഫ്ലൈറ്റിൽ എയർ ഹോസ്റ്റസുമാരായി നിൽക്കുന്ന ആളുകളുടെ ശരീരഘടന, അവരുടെ നിറം, ഇതൊക്കെ നോക്കിയപ്പോൾ എനിക്ക് വീണ്ടും ഇതേ ഓർമ്മകളാണ് വന്നത്. എന്ന് വെച്ചാൽ ഇവിടെ ഇരിക്കുന്ന നമ്മളോട് ചേർന്ന് നിൽക്കുന്ന കളറുകൾ അവിടെ ഉണ്ടായിരുന്നില്ല. എന്നാൽ ഞാൻ മധുര എയർപോർട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ എന്നെ സ്വീകരിക്കാൻ വേണ്ടി വെള്ളക്കൊടിയുമായി നിൽക്കുന്ന വിദ്യാർത്ഥി പ്രവർത്തകരുണ്ടായിരുന്നു. അവരുടെ മുഖത്ത് നോക്കുമ്പോൾ അവരുടെ മുഖത്തെ കളറൊക്കെ എൻ്റെ നാട്ടിൻ പുറത്തെ ഞാൻ ഉൾപ്പെടെയുള്ള ആളുകളുടെയൊക്കെ ചേർന്ന് നിൽക്കുന്ന ആളുകളുമായി ബന്ധപ്പെട്ടെന്ന് പറഞ്ഞാൽ കറുപ്പിനോട് ചേർന്ന് നിൽക്കുന്ന കളറുള്ളവരാണ് വെള്ളക്കൊടിയും പിടിച്ച് നിൽക്കുന്നത്. ഞാൻ വീണ്ടും ആലോചിച്ചു, എന്തുകൊണ്ടാണ് ഞാൻ വന്ന വഴിയിൽ എവിടെയും ഇങ്ങനെ കാണാതിരുന്ന കളർ വെള്ളക്കൊടിയുമായി നിൽക്കുന്ന ആളുകളുടെ ഇടയിൽ കാണുന്നത്? അപ്പം ഞാൻ വീണ്ടും ആലോചിക്കേണ്ടായി. നിങ്ങൾ നോക്കൂ, നമ്മുടെ ഉദാരവൽക്കരണത്തിൻ്റെ ഭാഗമായിട്ട് വന്നിട്ടുള്ള പുതിയ തൊഴിലിടങ്ങളിൽ ആരാണ് ആട്ടിയോടിക്കപ്പെടുന്നത്? ഇവിടെ സർക്കാർ സെക്ടറിൽ സർവീസിൽ റിസർവേഷൻ ഉള്ളതുകൊണ്ട് ആദിവാസിക്കും ദളിതനും ഇടമുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് തൊഴിലവസരങ്ങൾ കുറച്ച് ആ ഇടങ്ങളിൽ നിന്ന് ആദിവാസിയും ദളിതനും ഓടിക്കപ്പെട്ടു. അതിന് പകരമായി രൂപപ്പെട്ടു വന്നിട്ടുള്ള ഉദാരവൽക്കരണ നയത്തിന്റെ ഭാഗമായി വന്നിട്ടുള്ള പ്രൈവറ്റ് സെക്ടറിനകത്ത് ആർക്കാണ് തൊഴിൽ? നിങ്ങൾ നോക്കൂ, വോഡാഫോണിന്റെ അല്ലെങ്കിൽ ഐഡിയയുടെ കസ്റ്റമർ സെന്ററിലേക്ക് നിങ്ങളൊന്ന് കടന്നു പോവുക. ആ കടന്നു പോയിട്ട് അവിടെ ഇരിക്കുന്ന ആളുകളെ നിങ്ങളൊന്ന് നോക്കുക. അവരുടെ ജാതിയെക്കുറിച്ച്, അവരുടെ സാമൂഹ്യ പശ്ചാത്തലത്തെക്കുറിച്ച് നിങ്ങളൊന്ന് അന്വേഷിക്കുക. ആ അന്വേഷണത്തിൽ നിങ്ങൾക്ക് കിട്ടുന്ന ഉത്തരം എന്താണ് എന്നുള്ളത് നിങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിൽ എഴുതി വെക്കുക. ഇനി ഞാൻ ചോദിക്കുക, നമ്മുടെ നാട്ടിലെ ജ്വല്ലറികൾ ഇന്ന് നവ ഉദാരവൽക്കരണത്തിന്റെ ഭാഗമായിട്ട് തടിച്ചു കൊടുത്തു വെക്കുന്നുണ്ട്. ആ ജ്വല്ലറികളിലേക്ക് നിങ്ങൾ കടന്നു പോകുമ്പോൾ, അല്ലെങ്കിൽ ടെക്സ്റ്റൈൽ ആകട്ടെ, അത് കല്യാൺ സിൽക്ക് ആവട്ടെ, ഏതോ ആവട്ടെ, ഞാൻ ടെക്സ്റ്റൈൽസുകളുടെ ഒന്നും പേരിലേക്കൊന്നും പോകുന്നില്ല. ജ്വല്ലറി ആയാലും ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രിയിലാണെങ്കിലും അങ്ങോട്ട് കടന്നു ചെല്ലുമ്പോൾ നിങ്ങളെ കാത്ത് നിലവിളക്കിൻ്റെ അടുത്ത് ഒരു സ്ത്രീ നിൽക്കുന്നുണ്ടാവും. ആ നിലവിളക്കിൻ്റെ അടുത്ത് നിൽക്കുന്ന സ്ത്രീ എനിക്ക് ഉറപ്പാണ് എൻ്റെ നാട്ടിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അല്ലെങ്കിൽ ചുവന്ന കൊടി എടുത്തിട്ടുള്ള അല്ലെങ്കിൽ യുവജന പ്രസ്ഥാനത്തിന്റെ ഭാഗമായി നിൽക്കുന്ന ചെമ്പേട്ടന്റെ മക്കളുടെയോ രൂപസാദൃശ്യമുള്ള ഒരാളും ആ നിലവിളക്കിനടുത്ത് ഞാൻ ഇന്നേ വരെ കണ്ടിട്ടില്ല. കണ്ട കാഴ്ചകൾ ചന്തുമേനോന്റെ ഇന്ദുലേഖയിൽ ചന്തുമേനോൻ വർണ്ണിക്കുന്ന ഒരു നായികയുണ്ട്. ആ നായിക ഇന്ദുലേഖയുടെ കഥയിൽ, ഇന്ദുലേഖയുടെ നോവലിൽ ചന്തുമേനോൻ ഇന്ദുലേഖയെ കുറിച്ച് പറയുന്നുണ്ട്. ഇന്ദുലേഖ സുന്ദരിയാണ്. ഇന്ദുലേഖയുടെ മുഖത്തിന്റെ കാന്തിയെക്കുറിച്ച് ചന്തുമേനോൻ പറയുന്നു. ഇന്ദുമേനോന്റെ ഡ്രസ്സിനെ കുറിച്ച് ചന്തുമേനോൻ പറയുന്നു. എന്നിട്ട് പറയാണ് ഇന്ദുമേനോന്റെ ഇന്ദുലേഖയുടെ ആ കസവ് കരയും ഇന്ദുലേഖയുടെ മേനിയുടെ കളറും തമ്മിൽ തിരിച്ചറിയാനാവില്ല. അത്രമേൽ കസവിനോട് ചേർന്ന് നിൽക്കുന്ന കളറാണ് ഇന്ദുലേഖ എന്ന് ചന്തുമേനോൻ പറയാണ്. ആ ഇന്ദുലേഖയുടെ സ്വർണത്തിന്റെ കാതിൽ തിളങ്ങുന്നത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ അത് സ്വർണത്തിന്റെ തിളക്കമല്ല, മറിച്ച് ഇന്ദുലേഖയുടെ ഈ ശരീരത്തിലേക്ക് സൂര്യപ്രകാശം തട്ടുമ്പോൾ ആ ശരീരത്തിന്റെ തിളക്കമാണ് സ്വർണത്തിന്റെ തിളക്കമായി നമുക്ക് അനുഭവപ്പെടുന്നത് എന്നാണ് ഇന്ദുലേഖയിൽ ചന്തുമേനോൻ പറയുന്നത്. ഇന്ദുലേഖമാരെ മാത്രം പ്രൊമോട്ട് ചെയ്യുന്ന ഒരു തൊഴിലിടങ്ങളാണ് ഈ നവ ഉദാരവൽക്കരണ കാലത്ത് നമുക്ക് നമ്മുടെ ചുറ്റും കാണാൻ കഴിയുന്നത്. നമ്മുടെ ചെമ്പേട്ടന്റെ മകൾ നമ്മുടെ നാട്ടിലെ ആദിവാസി കോളനിയിലെ കറുത്ത ശരീരമുള്ള മനുഷ്യർ അവർ ആട്ടിയോടിക്കപ്പെടുന്ന ഒരു വർത്തമാനത്തിലാണ് നാം ജീവിക്കുന്നത്. തൊഴിലിടങ്ങളെ ജനാധിപത്യവൽക്കരിക്കണമെങ്കിൽ അംബേദ്കറിന്റെ രാഷ്ട്രീയത്തെക്കുറിച്ച് ആഴത്തിലുള്ള ചർച്ച നാം ഉയർത്തിക്കൊണ്ടുവരികയും അംബേദ്കറിന്റെ ഭരണഘടനയെക്കുറിച്ചുള്ള സങ്കല്പത്തെക്കുറിച്ച് നാം കൂടുതലായി സംസാരിക്കുകയും ചെയ്യേണ്ടിയിരിക്കുന്നു. അംബേദ്കർ മുന്നോട്ട് വെച്ചത് നീതിബോധത്തിന്റെ രാഷ്ട്രീയമാണ്. അതുകൊണ്ടാണ് ഹിന്ദു കോഡ് ബിൽ അംബേദ്കറിന് ഇന്ത്യൻ പാർലമെന്റിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിന് തോന്നിയത്. അതുകൊണ്ടാണ് ഹിന്ദു കോഡ് ബില്ലിന് വേണ്ടി വലിയ ക്യാമ്പയിന് അംബേദ്കറിന് നേതൃത്വം നൽകാൻ കഴിഞ്ഞത്. ഓർമ്മിക്കുന്നുണ്ടാവും, ഹിന്ദു കോഡ് ബില്ല് അംബേദ്കർ പാർലമെന്റിൽ അവതരിപ്പിച്ചപ്പോൾ കോൺഗ്രസ് പാർട്ടിയിലെ തന്നെ ഒരു വലിയ നിര അംബേദ്കറിനെതിരായിട്ട് നിലപാടെടുത്തു. RSS അന്ന് അതിനെതിരായി രാജ്യവ്യാപകമായി ക്യാമ്പയിൻ നടത്തി. ആ ക്യാമ്പയിന്റെ തുടർച്ചയിൽ അംബേദ്കറിന്റെ കോലം രാജ്യവ്യാപകമായി അവർ കത്തിച്ചു. അതിന്റെ തുടർച്ചയിലാണ് അംബേദ്കർ ഇന്ത്യയിലെ
ഇന്ത്യയുടെ മന്ത്രിസഭയിൽ നിന്ന് രാജിവെക്കുന്നത്. ആ രാജിവെക്കേണ്ടി വന്ന അവസ്ഥയിലേക്ക് അംബേദ്കറിനെ നയിച്ചത് RSS ആണ്. അംബേദ്കറിനെ നയിച്ചത് ഹിന്ദുത്വത്തിന്റെ രാഷ്ട്രീയത്തിനൊപ്പം നിൽക്കുന്ന കോൺഗ്രസിലെ തന്നെ ഒരു വിഭാഗമാണ്. അതുകൊണ്ട് അംബേദ്കറിന്റെ രാഷ്ട്രീയം ചർച്ച ചെയ്യുമ്പോൾ ഹിന്ദു കോഡ് ബില്ലിന്റെ രാഷ്ട്രീയത്തെയും ഹിന്ദു കോഡ് ബില്ലിനെതിരായി RSS നടത്തിയിട്ടുള്ള ക്യാമ്പയിനെയും നാം ചർച്ച ചെയ്യേണ്ടതുണ്ട്. ഇവിടെ സമയം അധികരിച്ചു എന്നുള്ളതുകൊണ്ട് ഞാൻ വിശദാംശത്തിലേക്ക് പോവുകയല്ല. അംബേദ്കർ എന്ന പേര് ഒരു മുദ്രാവാക്യമായി രൂപപ്പെടുന്ന വർത്തമാനത്തിൽ സമത്വം പൂക്കുന്ന ലോകത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന സകല മനുഷ്യരും കൈകോർത്ത് പിടിക്കേണ്ടുന്ന വർത്തമാനത്തിൽ വിമർശനങ്ങളെല്ലാം സൂക്ഷിച്ചുകൊണ്ട് തന്നെ ഭരണഘടനയുടെ ഫെഡറൽ സാധ്യതകളെ കുറിച്ചാണ് ഇവിടെ നിന്നിട്ടുള്ളത്. ഇന്ത്യൻ ഭരണഘടനയുടെ ഏറ്റവും ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ എന്ന നിലയിൽ ഒരുപക്ഷെ ഇന്ത്യയുടെ ഭരണഘടനയുടെ പ്രയോക്താക്കൾ ഇത്രമേൽ മോശപ്പെട്ടവരായിരിക്കുമെന്ന് അംബേദ്കറിന് അന്ന് കാണാൻ കഴിഞ്ഞിട്ടുണ്ടാവില്ല. എയർപോർട്ടിൽ നിന്ന് 1 മണിക്കൂർ കൊണ്ട് ഇവിടെ എത്താൻ കഴിയുമെന്നാണ് ഞാൻ കരുതിയത്. എനിക്ക് ഇവിടെ എത്താൻ 1.5 മണിക്കൂർ വേണ്ടി വന്നു. അംബേദ്കർ നമ്മളെ പോലുള്ള ആൾക്ക് സമയം ഇത്രമേൽ കണക്കുകൂട്ടാൻ പിശക് വരുന്നുണ്ടെങ്കിൽ ഇത്രമേൽ മോശപ്പെട്ടവരുടെ കയ്യിൽ ഭരണഘടന എത്തും എന്ന് കണക്കൂട്ടാൻ അംബേദ്കർക്കും കഴിയാതെ പോയി. അതുകൊണ്ടാണ് ഫെഡറൽ സ്ട്രക്ചറിൽ ഗവർണർമാരുടെ അധികാരത്തെക്കുറിച്ച്, സംസ്ഥാനങ്ങളുടെ ആയിട്ടുള്ള നികുതി വിഹിതത്തിന്റെ പങ്കുവെക്കലിനെ കുറിച്ച്, സംസ്ഥാനങ്ങളെ പിരിച്ചുവിടുന്നതിനുള്ള കേന്ദ്രത്തിന്റെ അവകാശങ്ങൾ 356, 355 വകുപ്പുകൾ സംബന്ധിച്ച് ഉൾപ്പെടെ വ്യക്തതയാർന്ന ഫെഡറൽ സ്ട്രക്ചർ സംരക്ഷിക്കാൻ കഴിയുന്ന നിലയിലുള്ള അനുച്ഛേദങ്ങൾ ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗമായി എഴുതി ചേർക്കപ്പെടാൻ പറ്റാതെ പോയത് എന്നുള്ളതും കൂടി നമുക്ക് ഓർമ്മിക്കേണ്ടുന്ന കാര്യമാണ്. അംബേദ്കറിനെ മനസ്സിലാക്കാൻ, ചർച്ച നടത്താൻ ഒരു അവസരം ഇങ്ങനെ ഒരുക്കിയിട്ടുള്ള സംഘാടകരോടുള്ള നന്ദി കൂടി രേഖപ്പെടുത്തുകയാണ് ഞാൻ ഈ അവസരത്തിൽ. സമയമുണ്ടെങ്കിൽ നമുക്ക് ഒരു റൗണ്ട് കൂടി വരാൻ പറ്റുമായിരിക്കും എന്ന് കരുതാം. രാജേഷ് ചെറുപ്പാട്ടിലേക്ക് വരാം. അദ്ദേഹം അംബേദ്കറെ സൂക്ഷ്മമായി പഠിച്ച ഒരാളാണ്. എനിക്ക് തോന്നുന്നു അംബേദ്കറുടെ ജീവചരിത്രം തന്നെ താങ്കളുടേതായി വന്നിട്ടുണ്ട് തോന്നുന്നു, ചെറുതെങ്കിലും. അപ്പോൾ അദ്ദേഹത്തോട് ചോദിക്കാനുള്ളത്, ഭരണഘടനയുടെ പ്രിയാമ്പിൾ ആമുഖത്തിലെ ആദ്യ വാചകം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്നത്, നാം ഇന്ത്യയിലെ ജനങ്ങൾ. ഒരർത്ഥത്തിൽ അംബേദ്കറോ ഭരണഘടനാ നിർമ്മാണ സമിതിയോ ഇങ്ങനെ അതുവരെ ഇല്ലാത്ത ഒരു ജനത്തെ ഉണ്ടാക്കിയെടുക്കുകയായിരുന്നു ഭരണഘടനയിലൂടെ. അംബേദ്കറിന് അതിലുള്ള പങ്ക് എത്രത്തോളം ഉണ്ടായിരിക്കും? കാരണം ജനം എന്ന് പറയുന്നത് ഇന്ത്യയിൽ ഇല്ലാത്ത ഒന്നായിരുന്നു. തട്ടുതിരിഞ്ഞ് കിടക്കുന്ന വർണ്ണാശ്രമ വ്യവസ്ഥയ്ക്ക് അനുബന്ധമായി തട്ടുതിരിഞ്ഞ് കിടക്കുന്ന ഈ പലമാതിരി ജാതി വിഭാഗങ്ങളിൽപ്പെട്ട ആളുകളെല്ലാം ചേർത്ത് ജനം എന്ന് പറയുന്ന പുതിയൊരു കൺസെപ്റ്റിനെ ഉണ്ടാക്കിയെടുക്കുകയായിരുന്നു അംബേദ്കറുടെയോ ഭരണഘടനയുടെയോ താല്പര്യങ്ങളിൽ പ്രമുഖമായിട്ടുള്ളത് എന്നൊരു ചോദ്യം. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, റഫീഖ് ചോദിച്ച ചോദ്യം വളരെ പ്രസക്തമായ ചോദ്യമാണ്. ഞാൻ വരാൻ വളരെ വൈകി. നല്ല കാറ്റായതുകൊണ്ടാണ് ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല. എങ്കിലും എനിക്ക് പറ്റുന്ന രീതിയിൽ ഞാൻ എൻ്റെ ശബ്ദം ഉയർത്തി മൈക്കിലൂടെ സംസാരിക്കാം. ഇതിന് പറയുന്നതിന് മുമ്പ് ഒരു ഉദാഹരണം, നമ്മുടെ ഈ ജനം എന്നുള്ളതിനപ്പുറത്തേക്ക് പൗരൻ എന്നുള്ള ഒരു സിറ്റിസൺ എന്നുള്ള ഒരവസ്ഥയിലേക്ക് ഇന്ത്യൻ ജനതയെ എത്തിക്കുന്നതിൽ അംബേദ്കർ വഹിച്ച പങ്ക് വളരെ പ്രധാനമാണ്. ഇതൊക്കെ നമുക്കെല്ലാം അറിയാവുന്ന കാര്യമാണ്. നമുക്കറിയാവുന്ന മറ്റൊരു ഉദാഹരണം പറഞ്ഞുകൊണ്ട് ഞാൻ തുടങ്ങും. നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്, കുറച്ച് പുതിയ തലമുറയിൽപ്പെട്ട ആളുകൾക്കറിയില്ല. UPSC അഥവാ യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ എന്ന് പറയുന്ന യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ നിരന്തരം ആവർത്തിച്ചു കൊണ്ടിരുന്ന ഒരു ചോദ്യമുണ്ടായിരുന്നു. ഇന്ന് ആ ചോദ്യം ചരിത്രപരമായി നിലനിൽക്കില്ലാത്തത് കൊണ്ട് മാത്രമാണ് അവർ ചോദിക്കാതിരുന്നത്. പക്ഷേ UPSC എന്ന് പറയുന്ന ഈ പബ്ലിക് സർവീസ് കമ്മീഷൻ നിരന്തരം ആവർത്തിച്ചു കൊണ്ടിരുന്ന, എല്ലാ മത്സര പരീക്ഷയ്ക്കും ആവർത്തിച്ചു കൊണ്ടിരുന്ന ഒരു ചോദ്യമുണ്ട്. ആ ചോദ്യം ഇതായിരുന്നു: ലോകത്തിലെ ഏക ഹിന്ദു രാജ്യം ഏതാണ് എന്നുള്ളതാണ്. ലോകത്തിലെ ഏക ഹിന്ദു രാജ്യം ഏതാണ്? നമ്മുടെ ആധുനിക ജനാധിപത്യ സമയം 90കളിൽ ഒക്കെയാണ് ഈ ക്വസ്റ്റ്യൻ വരുന്നത്, ആവർത്തിച്ച് വന്നുകൊണ്ടിരുന്നത്. ഞാൻ അത് നേരിട്ട് അനുഭവിച്ചതും കണ്ടതുമായ ഒരാളാണ്. ലോകത്തിലെ ഏക ഹിന്ദു രാജ്യം ഏതാണ്? അപ്പം 3 ഓപ്ഷനുകളാണ് കൊടുക്കുന്നത്. ഒന്ന് ശ്രീലങ്ക, ഒന്ന് ഇന്ത്യ, ഒന്ന് നേപ്പാൾ. ഇതിൽ എത്ര ആളുകൾ ഇന്ത്യ എന്ന് ഓപ്ഷൻ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ഭരണകൂടത്തെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയമായ കൗതുകം ഉണ്ടാക്കുന്നത് എന്നുള്ളിടത്താണ് ഈ ചോദ്യത്തിൻ്റെ ആവർത്തനം നിലനിൽക്കുന്നത്. നമ്മുടെ ജനാധിപത്യ ഗവൺമെൻറ്റുകൾ ഭരിച്ചുകൊണ്ടിരിക്കുന്ന, ഇന്ത്യയിൽ ഭരിച്ചുകൊണ്ടിരിക്കുന്ന കാലത്ത് തന്നെയാണ്. അന്ന് BJP ഒന്നും വന്നിട്ടൊന്നുമില്ല. BJP വന്നതുകൊണ്ട് എന്നുള്ളതിനപ്പുറത്തേക്ക്
ബി ജെ പി ഗവൺമെന്റിനെ രൂപപ്പെടുത്തുന്നതിനുള്ള ഒരു പ്രത്യയശാസ്ത്ര പ്രവർത്തനങ്ങൾ സിലബസിൽ, സിനിമകളിൽ, സീരിയലുകളിൽ ഒക്കെ തന്നെ നടക്കുമ്പോൾ ഇത്തരം ഭരണകൂടത്തിനകത്ത് നടക്കുന്ന റിക്രൂട്ട്മെന്റ് ഏജൻസികളിൽ പോലുമുള്ള വളരെ സൂക്ഷ്മമായ പ്രത്യയശാസ്ത്രമായ ഇടപെടലായിട്ട് നമ്മളതിനെ കാണേണ്ടതുണ്ട്. ചരിത്രപരമായ ആ ചോദ്യം ഇനി ശരിയായ ഉത്തരം നേപ്പാൾ ആണ്. പക്ഷേ നേപ്പാൾ രാഷ്ട്രീയവും ചരിത്രപരമായ കാരണത്താൽ ആ ചോദ്യം ഇനി ലോകത്ത് നിലനിൽക്കാത്തതിനാൽ ആ ചോദ്യം ഇപ്പോൾ അവർ ചോദിക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ ഇന്ത്യയെ ആ ചോദ്യം ഇനിയും ചോദിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷനിൽ ഈ ചോദ്യത്തെ വീണ്ടും പ്ലേസ് ചെയ്യുന്നതിനുള്ള പ്രവർത്തനങ്ങളാണ് യഥാർത്ഥം നടക്കുന്നത്, സിലബസുകളിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിലേക്ക് പിന്നീട് കോൺഗ്രസിൻ്റെ ഭരണത്തിന് ശേഷം BJP പോലുള്ള സർക്കാരുകൾ എത്തുന്നത് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ആവിഷ്കരിച്ചുകൊണ്ട് തന്നെയാണ്. അവർ അങ്ങനെ പറഞ്ഞിട്ട് തന്നെയാണ് വരുന്നത്. അതാണ് ഡോക്ടർ B.R. അംബേദ്കർ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ നേതൃത്വത്തിൽ രൂപപ്പെട്ട ഭരണഘടന എന്ന് പറയുന്ന ഈ സംവിധാനത്തിൻ്റെ തണലിലാണ് നമ്മളെല്ലാം ഇവിടെ ഇരിക്കുന്നത്. നമ്മൾ വിചാരിക്കും നമ്മുടെ മേൽക്കൂരയ്ക്ക് കീഴെയാണ് ഇരിക്കുന്നതെന്ന്. ഇന്ത്യ ഒരു മതനിരപേക്ഷ ജനാധിപത്യ ഫെഡറൽ സിസ്റ്റമുള്ള ഒരു രാഷ്ട്രമായി നിലനിൽക്കുന്നതിൻ്റെ കാരണം ഭരണഘടന എന്നുള്ളത് കൊണ്ട് മാത്രമാണ്. അതിൽ യാതൊരു സംശയമില്ലാത്ത കാര്യമാണ്. ഭരണഘടനയാണ് പ്രധാനം. ആ ഭരണഘടനയെ, അംബേദ്കറിൻ്റെ ഭരണഘടനയെ ഏതെങ്കിലും പലതരത്തിൽ സ്ഥൂലമായി മാത്രമല്ല സൂക്ഷ്മമായും അതിനെ തടയിടാനും അദ്ദേഹത്തിൻ്റെ ദൈക്ഷണിക സംഭാവനകളെ ഇല്ലായ്മ ചെയ്യാനും കണ്ടില്ലെന്ന് നടിക്കാനുമുള്ള സൂക്ഷ്മവും സ്ഥൂലവുമായ പ്രവർത്തനങ്ങളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അത് ഭരണകൂടത്തിൻ്റെ ഭാഗത്തുനിന്ന് മാത്രമല്ല, നമ്മുടെ പൗരസമൂഹത്തിൻ്റെ ഭാഗത്തു നിന്നും, കൾച്ചറൽ ക്യാപിറ്റൽ കൈകാളുന്ന സമൂഹങ്ങളിൽ നിന്നും, മാധ്യമങ്ങളിൽ നിന്നും, സിലബസുകളിൽ നിന്നും, ഞാൻ നേരത്തെ പറഞ്ഞ തരത്തിലുള്ള പലതരത്തിലുള്ള ഏജൻസികളിൽ നിന്നും അംബേദ്കറും ഭരണഘടനയും തമ്മിലുള്ള അതിൻ്റെ ഒരു പ്രസക്തിയെ, ഇന്ത്യ ഒരു മതനിരപേക്ഷ ജനാധിപത്യ സമൂഹമാണ് എന്നുള്ള യാഥാർത്ഥ്യത്തെ ഇല്ലായ്മ ചെയ്യാൻ, അതിനെ മറയ്ക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഏറ്റവും പാർലമെൻറ്റിലാണ് അമിത്ഷാ പറഞ്ഞത്, അല്ലേ ശിവദാസ്? പാർലമെൻറ്റിലാണ് പറയുന്നത്. ആലോചിച്ച് നോക്കണം, പാർലമെൻറ്റിൽ പറയണം അംബേദ്കർ എന്ന് പറയുന്നതിനപ്പുറത്തേക്ക് ഒരു ജനാധിപത്യ മതനിരപേക്ഷ പാർലമെൻറ്റിലാണ് പറയുന്നത്. ജനങ്ങൾ വോട്ട് ചെയ്ത് അധികാരത്തിലെത്തി ഒരു പാർലമെൻറ്റിൽ വെച്ചിട്ട് ഒരു ആഭ്യന്തരമന്ത്രിയായിട്ടുള്ള ഒരാൾ പറയുകയാണ്. പ്രതിപക്ഷ പാർട്ടികൾ, ഈ ശിവദാസനടക്കമുള്ള MP-മാർ, പ്രതിപക്ഷ പാർട്ടികൾ പാർലമെൻറ്റിനകത്തും പുറത്തും ഇതിനെതിരെ വ്യാപകമായി പ്രക്ഷോഭം ഉണ്ടാക്കി. പക്ഷേ ഇന്ത്യയിലാകമാനം ഇവിടെയുള്ള മാധ്യമങ്ങൾ, ഇവിടെയുള്ള മറ്റ് ഇതര സെക്യുലർ ഫോഴ്സുകൾ വേണ്ട വിധത്തിൽ അതിനെ ഏത് രീതിയിലാണ് അതിനെതിരെ ഒരു പ്രതിഷേധം സംഘടിപ്പിച്ച് കുറച്ച് ഇടതുപക്ഷ പാർട്ടികൾ, പ്രതിപക്ഷ പാർട്ടികൾ ഇന്ത്യയിൽ ശബ്ദമുയർത്തി എന്നതിനപ്പുറത്തേക്ക് പൗരസമൂഹത്തിൽ നിന്ന്, രാഷ്ട്രീയ സമൂഹത്തിൽ നിന്ന്, അല്ലെങ്കിൽ ദൈക്ഷണിക സമൂഹത്തിൽ നിന്ന് ഏത് തരത്തിലുള്ള ചർച്ചയാണ് ഉയർന്നു വന്നത്? അതിനെതിരെ ഒരു ചർച്ചയും ഉയർന്നു വന്നില്ലെന്ന് മാത്രമല്ല, അത്തരം പ്രതിഷേധങ്ങളെ സമൂഹങ്ങളിലേക്ക് എത്തിക്കാതിരിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങളാണ് നടന്നത് എന്നുള്ളതും വസ്തുതയാണ്. ഇങ്ങനെയാണ് ഭരണഘടന നിലനിൽക്കുമ്പോഴും അതാണ് ഞാൻ പറഞ്ഞത്, നമ്മുടെ വിഷയത്തിൻ്റെ പ്രാധാന്യം കൊണ്ടാണ്. 75 വയസ്സായി നമ്മുടെ ഭരണഘടനയ്ക്ക്. 75 വയസ്സായ ഭരണഘടന പറയുന്നത് ജനാധിപത്യമാണ്, മതനിരപേക്ഷമാണ്, സോഷ്യലിസമാണ്, ഏത് മതസ്വാതന്ത്ര്യമുണ്ട്, സമത്വമുണ്ട്. ഇതെല്ലാം നമ്മൾ എഴുതി വച്ചിട്ടുണ്ട്. ഇതെല്ലാം എഴുതി വെക്കുകയും എന്നാൽ അതിൻ്റെ പ്രയോഗത്തിൽ സ്റ്റേറ്റ് തന്നെ, നമ്മുടെ സമൂഹം തന്നെ, അതിൻ്റെ അധികാര സ്വഭാവങ്ങൾ തന്നെ ഈ ഭരണഘടനയെ മറച്ചു പിടിക്കുന്ന ഒന്നായി പ്രവർത്തിക്കുന്നു. അതാണ് ഈ PSC UPSCയിൽ ആവർത്തിച്ച് വരുന്ന ക്വസ്റ്റ്യൻ്റെ കാര്യം ഞാൻ പറഞ്ഞത്. ഇത് ഞാൻ വെറുതെ നുണ പറഞ്ഞതല്ല, ഇത് നിരന്തരം ആവർത്തിച്ചുകൊണ്ടിരുന്ന കാര്യമാണ്. ഇത് നമ്മൾ മനസ്സിലാക്കണം. ഇത് മനസ്സിലാക്കാൻ നമുക്ക് പറ്റുന്നില്ല. ശരിയായ ഉത്തരം നേപ്പാൾ എന്ന് എഴുതുന്നതിനേക്കാൾ സന്തോഷം ഇന്ത്യ എന്ന് എഴുതുന്നതിൽ ഭരണകൂടം ആസ്വദിക്കുന്നുണ്ട്. അതിൻ്റെ ഒരു സുഖമുണ്ടല്ലോ, ആ സുഖത്തിന് വേണ്ടിയാണ് അവരിത് ചെയ്യുന്നത്. അതിൽ എത്ര പേർ ചെയ്യുന്നു? അത് മുഴുവൻ തെറ്റായ ആ ഓപ്ഷനിലേക്ക് ഒരു ജനതയെ മുഴുവൻ കൊണ്ടെത്തിക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളാണ് അതിനുവേണ്ടിയുള്ള പരിപാടികളാണ് നടക്കുന്നത്. അതാണ് നടത്തി വിജയിപ്പിച്ചത് അവർ. ഇതാണ് നമ്മുടെ ജനാധിപത്യം നേരിടുന്ന, ഭരണഘടന നേരിടുന്ന വെല്ലുവിളി. നമ്മൾ ഇന്ത്യയിലിരുന്ന് ഇത് പറയുന്നത് പോലല്ല. ഇപ്പോൾ ശിവദാസനെ പോലുള്ള ആളുകൾക്കൊക്കെ അറിയാം, അവർ ഇന്ത്യയിലെ തന്നെ വലിയൊരു പ്രസ്ഥാനത്തിൻ്റെ നേതാവായി പ്രവർത്തിച്ച ആളാണ്. അദ്ദേഹത്തിനൊക്കെ കൂടുതൽ ഈ വിഷയത്തെ സംബന്ധിച്ച് പറയാൻ പറയും. മറ്റു സംസ്ഥാനങ്ങളിലെ പൗരസമൂഹം, രാഷ്ട്രീയ സമൂഹം എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്? ഡോക്ടർ B.R. അംബേദ്കറെ എങ്ങനെയാണ് അവർ കാണുന്നത്? നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയെ എങ്ങനെയാണ് അവർ കാണുന്നത്? ഇതൊക്കെ നമ്മൾ ആലോചിച്ച് നോക്കുമ്പോൾ വിദ്യാഭ്യാസത്തിൽ ആ സമൂഹങ്ങൾക്കുള്ള പങ്കെന്താണ്, അതിൽ അവർക്കുള്ള ഇടപെടൽ ശേഷി എന്താണ്, ഇതൊക്കെ നമ്മൾ ആലോചിക്കുമ്പോഴാണ് നമ്മൾ ഇന്ത്യൻ സമൂഹം എത്രമാൽ
പിന്നിലാണ് ഈ ജനാധിപത്യ മതനിരപേക്ഷ സംസ്കാരം, ഭരണഘടന വിഭാവനം ചെയ്യുന്ന ജനാധിപത്യ മതനിരപേക്ഷ സംസ്കാരത്തിൽ നിന്ന് ഇന്ത്യൻ സമൂഹം എങ്ങനെയാണ് പിന്നിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. കേരളത്തിലും വളരെ സൂക്ഷ്മമായി ഇത്തരം കാര്യങ്ങൾ വളരെ സൂക്ഷ്മമായി വരുന്നുണ്ട്. അത് ദൈക്ഷണിക സാംസ്കാരിക സാഹിത്യ മണ്ഡലങ്ങളിലൊക്കെ തന്നെ വളരെ പ്രധാനമാണ്. അംബേദ്കർ എന്നൊക്കെ പറയുന്നൊരു വാക്ക് തന്നെ എത്ര കാലമായി കേൾക്കാൻ തുടങ്ങിയിട്ട് നമ്മൾ. ബാബറി മസ്ജിദിൻ്റെ സംഭവത്തിന് ശേഷം, ബാബറി മസ്ജിദ് സംഘപരിവാർ ശക്തികൾ പൊളിച്ചതിന് ശേഷമാണ് കൂടുതലും നമ്മൾ ഒരുപക്ഷെ അംബേദ്കറിനെയൊക്കെ ഒന്ന് റീവിസിറ്റ് ചെയ്യണം എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് നമ്മൾ പോകുന്നത്. അതുവരെ ഇന്ത്യൻ ഭരണഘടനാ ശില്പിയും ആദ്യത്തെ നിയമമന്ത്രിയും എന്നുള്ള നിലയിൽ മാത്രം പാഠപുസ്തകങ്ങളിൽ ഏതോ ഒരു കോണിൽ പഠിക്കപ്പെട്ടിരുന്ന ഒരാളാണ് ഡോക്ടർ BR അംബേദ്കർ. അല്ലേ? ഞാൻ പറയുന്നത് ശരിയല്ലേ? അതാണ്. ഞാനൊന്ന് ഇടപെട്ടോട്ടെ, നമുക്ക് സമയം പരിമിതിയുള്ളതുകൊണ്ട് ഒരു റൗണ്ട് കൂടി ഓടണം. തീർച്ചയായിട്ടും ഇത്രയും പറയാനുള്ളൂ. ഇതാണ് അതിന്റെ യാഥാർത്ഥ്യം. നമുക്കൊരു 2 മിനിറ്റ് കൂടി എടുത്തിട്ട് ഒരു റൗണ്ട് കൂടി പിന്നെ ഓഡിയൻസിലേക്ക് കടക്കണം. അതുകൊണ്ട് ശ്യാമിനോട് 2 മിനിറ്റ്. ശ്യാം, ഒരുപക്ഷെ സ്വാഭാവികമായിട്ട് ഒരു ഹിന്ദു രാഷ്ട്രമായി മാറാൻ സാധ്യതയുള്ള ഇന്ത്യയെ ഒരു ആധുനിക ജനാധിപത്യ രാഷ്ട്രമാക്കി പരിവർത്തിപ്പിക്കുക എന്നുള്ള ദേശീയ പ്രസ്ഥാനത്തിന്റെ ഒരു താല്പര്യം മുഴുവൻ കാണാൻ പറ്റിയ ഒന്നായിട്ട് നമുക്ക് ഭരണഘടനയെ കാണാൻ തോന്നുന്നു. അപ്പൊ ഈ ഹിന്ദു രാഷ്ട്രം ആവാനുള്ള ഹിന്ദുത്വയുടെ ഒരു താല്പര്യത്തെ തടയിട്ടു എന്നുള്ളതാണോ ഭരണഘടനയോടും അംബേദ്കറോടുള്ള അവരുടെ ഒരു വിമുഖതയ്ക്കും അവരുടെ ഒരു പ്രതികാരത്തിനുള്ള കാരണമായി മാറുന്നത്? 2 മിനിറ്റ് കൊണ്ട് പറഞ്ഞു. ഭരണഘടനാ ജനാധിപത്യത്തെ സംബന്ധിച്ച് ഡോക്ടർ BR അംബേദ്കർ കേരളത്തിൽ വരുന്ന തിരുവനന്തപുരത്ത് വരുന്ന സന്ദർഭത്തിൽ ഒരു പ്രഭാഷണം നടത്തുന്നുണ്ട്. ഡോക്ടർ BR അംബേദ്കർ പറയുന്നത്, ഇനി മുതൽ നമ്മുടെ എല്ലാ തരത്തിലുള്ള വാദവിവാദങ്ങളും സാമൂഹ്യ അസമത്വത്തിനെതിരായുള്ള നമ്മുടെ നീതിയുടെ പോരാട്ടങ്ങളുമെല്ലാം ഭരണഘടനയുടെ പരിധിക്കുള്ളിൽ നിന്നായിരിക്കണം എന്ന് ഡോക്ടർ BR അംബേദ്കർ നിരീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്ന് പറയുന്ന 3 പ്രധാനപ്പെട്ട ആശയങ്ങൾ ഇന്ത്യൻ ജനതയുടെ ഇന്ത്യൻ ജനതയിലേക്ക് വേര് പിടിപ്പിക്കാൻ വേണ്ടിയുള്ള ഒരു അടിസ്ഥാനപരമായ രേഖയാണ് ഭരണഘടന എന്ന് പറയുന്നത്. ഡോക്ടർ BR അംബേദ്കർ അനിഹിലേഷൻ ഓഫ് കാസ്റ്റിൽ പറയും, സാഹോദര്യത്തിൻ്റെ മറ്റൊരു പേരാണ് ജനാധിപത്യം. സാഹോദര്യത്തിൻ്റെ മറ്റൊരു പേരാണ് ജനാധിപത്യം. എന്തുകൊണ്ടത് പറയുന്നതെന്ന് ചോദിച്ചാൽ, നിങ്ങൾ വേദമെടുക്ക്, ഇതിഹാസമെടുക്ക്, പുരാണമെടുക്ക്, ബ്രാഹ്മണ സാഹിത്യം മുഴുവൻ പരതി നോക്ക്, നിങ്ങൾ സാഹോദര്യം എന്ന് പറയുന്നൊരു വാക്ക് കാണാൻ പറ്റുമോ? മഹാഭാരതത്തിൽ സമത്വം എന്ന് പറയുന്നൊരു വാക്ക് കാണാൻ കഴിയുമോ? നിങ്ങൾക്ക് ധർമ്മശാസ്ത്രങ്ങളിൽ സാഹോദര്യം എന്ന് പറയുന്ന വാക്ക് കാണാൻ കഴിയുമോ? അപ്പോൾ അതുവരെ ഇന്ത്യക്ക് അപരിചിതമായിരുന്ന സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്ന് പറയുന്ന 3 ആശയങ്ങളെ ഡോക്ടർ BR അംബേദ്കർ ഭരണഘടനയിലൂടെ ജനങ്ങൾക്ക് മുമ്പിലേക്ക് വെക്കുകയായിരുന്നു. യഥാർത്ഥത്തിൽ ഞാൻ ഒറ്റ വാക്കുകൊണ്ട് അവസാനിപ്പിക്കാം. ഇങ്ങനെ ഭരണഘടനയിലൂടെ ഡോക്ടർ BR അംബേദ്കർ മുന്നോട്ട് വെച്ച ജനാധിപത്യത്തെ സനാതന ധർമ്മത്തിലൂടെ ഭരണഘടനയെ അട്ടിമറിക്കാനുള്ള ഒരു ഭീകര ശ്രമം നമ്മുടെ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്നു. സനാതന ധർമ്മം എന്ന് പറയുന്ന ആശയത്തെ ഒരു സ്വാഭാവിക വ്യവസ്ഥയാക്കി മാറ്റി ഭരണഘടനാ മൂല്യങ്ങളെ ജനങ്ങളിൽ നിന്ന് ചോർത്തിക്കളയാനുള്ള ഒരാശയമായി, വ്യവസ്ഥയായി സനാതന ധർമ്മം എന്ന് പറയുന്ന ഒരു ആശയം ഇപ്പോൾ ഇന്ത്യയിൽ വളരെ വിപുലമായി പ്രചാരം നേടിയിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ഡോക്ടർ BR അംബേദ്കർ സനാതന ധർമ്മത്തിനെതിരെ യുദ്ധം ചെയ്തുകൊണ്ട് അതിനെ പരാജയപ്പെടുത്തിക്കൊണ്ടാണ് ഭരണഘടന ഉയർത്തിപ്പിടിച്ചതെന്നുള്ളതാണ്. അത് 75 വർഷം പൂർത്തിയാകുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് നമ്മൾ കാണേണ്ടത്, നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങളെല്ലാവരും ബോധ്യപ്പെടേണ്ട ഒരു കാര്യം, നമ്മളെല്ലാവരും ഒരുപോലെ ബോധ്യപ്പെടേണ്ട കാര്യം, ഇന്ത്യയിലെ ഏതെങ്കിലും RSSകാർ, BJPക്കാർ ചാതുർവർണ്ണ്യം തെറ്റാണെന്ന് പറഞ്ഞിട്ടുണ്ടോ? വർണ്ണാശ്രമ ധർമ്മം തെറ്റാണെന്ന് പറഞ്ഞ ഏത് ഹിന്ദുത്വവാദിയാ ഉള്ളത്? ആരുമില്ല. വർണ്ണാശ്രമ ധർമ്മം ഏറ്റവും നല്ലതാണെന്നും അത് തിരിച്ചു കൊണ്ടുവരണമെന്നും നല്ലതാണെന്നും ഇന്നലെ കൂടി ഒരു സന്യാസി പറയുന്നത് നമ്മൾ കേട്ടു. ഞാൻ ആ സന്യാസിയുടെ പേര് പറയുന്നത് എനിക്ക് യാതൊരു മടിയില്ല. അത് സാക്ഷാൽ സന്ദീപാനന്ദഗിരി പുരുഷ സൂക്തത്തെ വ്യാഖ്യാനിച്ചുകൊണ്ട് ചാതുർവർണ്ണ്യം വളരെ നല്ലതാണെന്ന് വ്യാഖ്യാനിക്കുന്ന അദ്ദേഹത്തിൻ്റെ ഒരു യൂട്യൂബ് വീഡിയോ പുറത്തു നോക്കൂ. ഇന്ത്യൻ ഭരണഘടനയ്ക്ക് 75 വർഷം പൂർത്തിയാകുമ്പോൾ ഒരു സന്യാസി പരസ്യമായി പറയുകയാണ് പുരുഷ സൂക്തത്തിലെ ചാതുർവർണ്ണ്യവും വർണ്ണാശ്രമ ധർമ്മവും വളരെ നല്ലതാണെന്ന്. ഈ ചാതുർവർണ്ണ്യ വർണ്ണാശ്രമ ധർമ്മം എന്ന് പറയുന്നത് ഭരണഘടനയ്ക്കെതിരായ യുദ്ധമാണ് എന്നാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. ഓക്കെ, ഞാൻ അവസാനമായിട്ട് ശിവദാസേട്ടനിലേക്ക് വരാം. രാജേഷിനോട് ഒരു ചോദ്യം കൂടി ചോദിച്ചിട്ട്, അത് ഭരണഘടന വെല്ലുവിളി നേരിടുകയാണ് എന്നുകൂടി താങ്കൾ പറഞ്ഞു. ഇതിനെതിരായ പ്രതിരോധം രൂപീകരിക്കേണ്ടതിൻ്റെ ആവശ്യകത, അതല്ലെങ്കിൽ അതിൻ്റെ ഒരു രീതിയെക്കുറിച്ചിട്ടുള്ള നിങ്ങളുടെ ഒരു നിലപാട് കൂടി അവതരിപ്പിച്ചിട്ട്.
പ്രതിരോധം രൂപീകരിക്കേണ്ട രീതി എന്താണെന്നുള്ളത് നമുക്ക് ഒറ്റ വാക്കിൽ പറഞ്ഞ് അവസാനിപ്പിക്കേണ്ടത് ഉള്ള ഒരു വിഷയമല്ല. അത് ഇന്ത്യയിലെ എല്ലാ പൗരന്മാരുടെയും അവകാശവും ചുമതലയാണ്. മതനിരപേക്ഷത്തിലും ജനാധിപത്യത്തിലും വിശ്വസിക്കുന്ന എല്ലാ രാഷ്ട്രീയ വ്യക്തിത്വങ്ങൾക്കും, രാഷ്ട്രീയ സമൂഹം, പൗരസമൂഹം എന്നുള്ളതിന് രാഷ്ട്രീയ സമൂഹം എന്നാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. പൗരസമൂഹം എന്ന് പറയുന്നതിനേക്കാൾ എല്ലാ മനുഷ്യർക്കും രാഷ്ട്രീയ സമൂഹമായിട്ട് തന്നെയാണ് നിൽക്കുന്നത്. പൗരസമൂഹം എന്ന് പറയുമ്പോൾ പോലും അതൊരു രാഷ്ട്രീയ സമൂഹം തന്നെയാണ് യഥാർത്ഥത്തിൽ. എല്ലാ ജനാധിപത്യത്തിലും മതനിരപേക്ഷത്തിലും വിശ്വസിക്കുന്ന എല്ലാ രാഷ്ട്രീയ സമൂഹങ്ങൾക്കും, എല്ലാ വ്യക്തികൾക്കും ഈ ഭരണഘടനയെ സംരക്ഷിക്കേണ്ടതായ ഒരു ബാധ്യത ഉണ്ട് എന്നുള്ളതാണ്. കാരണം ഈ സംവരണം എന്ന് പറയുന്നത് അംബേദ്കർ വിഭാവനം ചെയ്ത് 10 വർഷം കൊണ്ട് അവസാനിപ്പിക്കാമെന്നാണ്. അംബേദ്കറിനെ പോലുള്ള ദൈക്ഷണികർ പോലും വിചാരിച്ചുകൊണ്ടിരുന്നത് ഈ സംവരണം എന്ന് പറയുന്നത് ദീർഘകാലം ഇങ്ങനെ ജീവിതകാലം ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രക്രിയയാണെന്നാണ് നിങ്ങൾ വിചാരിച്ചത്. സംവരണത്തെക്കുറിച്ച് ആദരണീയനായ ബഹുമാനപ്പെട്ട MP പറഞ്ഞത് ശരിയാണ്, 100% ശരിയാണ്. അത് കാരണം അംബേദ്കർ വിഭാവനം ചെയ്ത് 10 വർഷം കൊണ്ട് സംവരണത്തിലൂടെ ഈ ജനതയെ സമൂഹത്തിൻ്റെ മുന്നിലേക്ക് കയറ്റിക്കൊണ്ട് വരാം എന്നാണ്. 10 വർഷം കൊണ്ട് അവസാനിപ്പിച്ചിട്ടില്ല. സ്വാതന്ത്ര്യം നേടി ഇത്രയും വർഷം കഴിഞ്ഞിട്ടും 1 നൂറ്റാണ്ട് ചെയ്യാൻ പോവുകയാണ്. ഇതുവരെയായിട്ട് സംവരണത്തിൻ്റെ പ്രശ്നം അവസാനിപ്പിച്ചില്ല എന്നുള്ള വളരെ പ്രസക്തമായ കാര്യമാണ് MP പറഞ്ഞത്. പല ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലും ഇത്തരത്തിലുള്ള സംഭവങ്ങളില്ല. അപ്പോൾ പൗരസമൂഹത്തിൻ്റെ രാഷ്ട്രീയ സമൂഹത്തിൻ്റെ ഉത്തരവാദിത്തമാണ്. ആകൃതിയും ഇടപെടലുമാണ്. ശിവദാസ് ചേട്ടനിലേക്ക് നമുക്കിത് കൺക്ലൂഡ് ചെയ്യാം. സമയം തീർന്നുകൊണ്ടിരിക്കുകയാണെന്ന് തോന്നുന്നു. എനിക്ക് ചോദിക്കാനുള്ളതേ, ഭരണഘടന ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിലാണെന്ന് തോന്നുന്നു അവസാനത്തെ പ്രഭാഷണത്തിൽ അംബേദ്കർ പറയുന്ന ഒരു കാര്യം, എത്ര നല്ല ഭരണഘടന ഉണ്ടായിട്ടും കാര്യമില്ല, അത് നടപ്പിലാക്കുന്നവരുടെ കയ്യിലാണ് ഭരണഘടനയുടെ വിജയം എന്ന നിലയിൽ അദ്ദേഹം ഒരു ആശയം അവതരിപ്പിക്കുന്നുണ്ട്. ഭാവിയെക്കുറിച്ച് എന്ത് തോന്നുന്നു? ഭരണഘടന നടപ്പിലാക്കുന്നവരുടെ ഒരു ഇതനുസരിച്ച് ഇന്ത്യ മാറുമോ, അതോ നമുക്ക് പ്രതിരോധിക്കാനും പ്രതിഷേധിക്കാനും ഒക്കെയുള്ള ഒരു സാധ്യത നിലനിൽക്കുന്നുണ്ടോ ഭരണഘടനയുള്ളിൽ തന്നെ? ലോക ചരിത്രം പഠിക്കുന്ന ഏതൊരാൾക്കും മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം, ഒരു ഭരണാധികാരികളും ജനങ്ങളെ വെല്ലുപിടിച്ച് ജനതയുടെ താല്പര്യത്തിനെതിരായി അവർക്ക് ഏറെക്കാലം വാഴാൻ പറ്റില്ല എന്നുള്ളതാണ്. ഹിറ്റ്ലറിൻ്റെ, മുസോളിനിയുടെ ലോക ചരിത്രത്തിലെ വിവിധ അനുഭവങ്ങൾ നമ്മുടെ മുമ്പിൽ കത്തി നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് നമുക്കൊരു ഭയവും വേണ്ട. ഇതിനും ഒരവസാനം ഉണ്ടാവും, ഒരു മാറ്റം ഉണ്ടാവും. അത് നമുക്ക് വിവിധ കോണുകളിൽ നിന്ന് കാണുകയാണ്. അംബേദ്കർ ഇത്രമേൽ മോശപ്പെട്ട ആളുകളുടെ കൈകളിലേക്ക് ഇന്ത്യൻ ഭരണ എത്താൻ ഇടയില്ലെന്ന് കരുതിയിട്ടുണ്ടാവും എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെ. ഇന്ത്യ കണ്ട ഏറ്റവും നെറികെട്ട രാഷ്ട്രീയത്തിൻ്റെ വക്താക്കളും പ്രയോക്താക്കളും ഭരണഘടനയെ അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിച്ചു കൊണ്ടിരിക്കുമ്പോൾ അതിനെതിരായിട്ടുള്ള ജനകീയ പ്രതിരോധം മാത്രമാണ് നമ്മുടെ മുമ്പിലുള്ള ഏക വഴി. അതിൽ അംബേദ്കർ തന്നെ താൻ എന്തുകൊണ്ടാണ് ഒരു ബുദ്ധമത വിശ്വാസിയായി മാറാൻ പോകുന്നത് എന്നുള്ളതിനെക്കുറിച്ച് പറയുന്ന ഒരു കാര്യമുണ്ട്. അംബേദ്കർ പറഞ്ഞത്, നമുക്ക് വിയോജിക്കാം, യോജിപ്പ് ഇല്ലായ്മ സൂക്ഷിച്ചുകൊണ്ട് തന്നെ അംബേദ്കറിൻ്റെ വാചകം പക്ഷേ പ്രസക്തമാണ് എന്ന് പറയാതിരിക്കാൻ പറ്റില്ല. അംബേദ്കർ പറഞ്ഞത്, മറ്റു മതങ്ങളിൽ നിന്നെല്ലാം വ്യത്യസ്തമായി ബുദ്ധമതം റീസണെ അത് ഉയർത്തി കാണിക്കുന്നു എന്നാണ്. അദ്ദേഹം വീണ്ടും പറഞ്ഞു, അത് ബുദ്ധമതം ഞാൻ തിരഞ്ഞെടുക്കുന്നതിന് ഇടയായ ഒരു കാരണം അത് കാലത്തിനനുസരിച്ച് അതിനെ പരിഷ്കരിക്കാനുള്ള സാധ്യതകളുണ്ട് എന്നുള്ളത് കൊണ്ട് കൂടിയാണ്. ഒന്ന്, അത് യുക്തിയെ അത് മുന്നോട്ട് വെക്കുന്നു. 2, കാലത്തിനനുസരിച്ച് മാറ്റാനുള്ള ഒരു സാധ്യത തുറന്നിടുന്നു. ഇത് സുപ്രധാനമാണ്. കാലത്തിനനുസരിച്ച് മാറ്റത്തിന് വിധേയപ്പെടുത്താൻ പറ്റുന്ന, യുക്തിയെ അനുസരിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന ഘടകങ്ങളെ, രാഷ്ട്രീയത്തെ, നയത്തെ നമുക്ക് മുന്നോട്ട് വെക്കുക എന്നുള്ളത് ഇന്നത്തെ ചർച്ചയിൽ പ്രധാനമാണ്. ഇന്ത്യൻ ഭരണഘടന വി ദ പീപ്പിൾ എന്ന് ആരംഭിക്കുന്ന ആ വി ദ പീപ്പിൾ എന്ന പദം പ്രയോഗിക്കുന്നതിൻ്റെ മുകളിൽ ഇന്ത്യയുടെ ഭരണഘടനാ നിർമ്മാണ സഭയിൽ നടന്നിട്ടുള്ള വലിയ ചർച്ചയുണ്ട്. വി ദ പീപ്പിൾ എന്നല്ല പ്രയോഗിക്കേണ്ടത്, മറിച്ച് അത് ഗോഡ് എന്നായിരിക്കണം, ദൈവനാമത്തിൽ എന്നായിരിക്കണം. കല്യാണത്തിന് ആളുകൾ ക്ഷണക്കത്ത് എഴുതുമ്പോൾ മുമ്പിൽ ചില ആളുകൾ കൊടുക്കുമല്ലോ, ദൈവനാമത്തിൽ. അപ്പോൾ ഇന്ത്യൻ ഭരണഘടന എന്നുള്ളത് അതിൻ്റെ പ്രിയാമ്പിൾ ആരംഭിക്കേണ്ടത് ദൈവനാമത്തിലായിരിക്കണം എന്ന് ബാധിച്ച ഒരു വലിയ കൂട്ടം പാർലമെൻറ്റിൽ ഭരണഘടനാ നിർമ്മാണ സഭയിൽ ഉണ്ടായിരുന്നു. അവരുടെ വാക്കുകൾ ഭരണഘടനാ നിർമ്മാണ അസംബ്ലിയിൽ മുഴങ്ങുകയും ഉണ്ടായി. പക്ഷേ വി ദ പീപ്പിൾ എന്ന വാക്ക് മേധാവിത്വം മേൽക്കൈ നേടി എന്നുള്ളത് കൊണ്ട് മാത്രമാണ് ഭരണഘടനയുടെ ആമുഖം വി ദ പീപ്പിൾ എന്നുള്ളതായി വന്നിട്ടുള്ളത്.
വി ദ പീപ്പിൾ എന്നുള്ളതിന്റെ തുടർച്ചയിൽ വീണ്ടും അതിസുന്ദരമായിട്ടുള്ള പദം ഉണ്ടാവുന്നു. അത് ഇവിടെ നേരത്തെ പരാമർശിച്ചിട്ടുള്ള സാഹോദര്യത്തെ, സമത്വത്തെ എല്ലാം അടിവരയിടുന്ന നീതിബോധത്തെ ഉയർത്തി കാണിക്കുന്ന പദങ്ങൾ അതിൻ്റെ തുടർച്ചയിൽ വരുന്നു. അത് ഒരുപക്ഷെ നാം ഇന്നലകളിലെ നമ്മുടെ ചരിത്രത്തിൻ്റെ പല ഘട്ടങ്ങളിലും പല ഭരണാധികാരികളും അവരുടെ ആശയ പ്രചരണത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്തിയിട്ടുള്ള പുസ്തക താളുകളിലൊന്നും കാണാതിരുന്ന മഹത്തായ പദങ്ങൾ നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ച ഇന്ത്യൻ ഭരണഘടന, അതിൻ്റെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ചെയർമാൻ എന്ന നിലയിൽ അംബേദ്കർ കാണിച്ചിട്ടുള്ള ജനതയോടൊപ്പം നിൽക്കാനുള്ള സന്നദ്ധത, ഇത് ഈ ഘട്ടത്തിൽ പ്രത്യേകം സ്മരിക്കേണ്ടതാണ്. അംബേദ്കറിനെ ചില ഘട്ടങ്ങളിലെങ്കിലും അടർത്തി മാറ്റി ജനവിരുദ്ധരുടെ കൂട്ടത്തിൽ പ്രതിഷ്ഠിക്കുന്നതിന് വേണ്ടി ചില ജാതി ശക്തികൾ ഉൾപ്പെടെ ശ്രമിച്ചിട്ടുണ്ട്. അംബേദ്കർ വിശ്വസഹോദര്യത്തിൻ്റെ വക്താവെന്ന നിലയിൽ പരിചയപ്പെടുത്തുന്നതാണ് എക്കാലത്തും നാം ചെയ്യേണ്ടത്. മറിച്ച് ഇന്ത്യയിലെ ഐഡന്റിറ്റി പൊളിറ്റിക്സിൻ്റെ വക്താവും പ്രയോക്താവുമായിട്ട് അംബേദ്കറിനെ അവതരിപ്പിക്കാനും അതിലൂടെ രാഷ്ട്രീയ നേട്ടം ഉണ്ടാക്കിയെടുക്കുന്നതിനുള്ള ശ്രമത്തെയും നമുക്ക് ചെറുക്കേണ്ടതുണ്ട്. മതത്തെ ഉപയോഗപ്പെടുത്തുന്ന ശക്തികൾക്കെതിരായുള്ള പോരാട്ടത്തിലും നമുക്ക് അംബേദ്കറിനെ മുമ്പോട്ട് വെക്കാൻ കഴിയണം. അവസാനിപ്പിക്കുന്നതിന് ഒറ്റ വാക്കുകൂടി കൂട്ടിച്ചേർക്കാൻ ആഗ്രഹിക്കുകയാണ്. അത് 1918 നിരാക്ഷവാദം ഇന്ത്യയിൽ ആദ്യമായി ഉയർത്തിയിട്ടുള്ള സവർക്കർ, ഇന്ത്യയിൽ 2 ദേശീയതകളുണ്ടെന്നും ഹിന്ദുവും മുസൽമാനുമായി ഇന്ത്യൻ ദേശീയത തുടരാൻ സാധിക്കില്ലെന്നും പറഞ്ഞിട്ടുള്ള, ഇന്ത്യയിൽ ആദ്യമായി നിരാക്ഷവാദം ഉയർത്തിയിട്ടുള്ള സവർക്കർ എന്ന ഹിന്ദു രാഷ്ട്രത്തിൻ്റെ വക്താവ്, അതിൻ്റെ തുടർച്ചയിൽ മുഹമ്മദ് അലി ജിന്ന ഈ മുദ്രാവാക്യത്തെ കൂടുതൽ വിപുലമായ നിലയിൽ ഏറ്റെടുത്ത് മുമ്പോട്ട് കൊണ്ടുപോവുകയും ചെയ്യുമ്പോൾ അംബേദ്കർ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമുണ്ട്. ഒരാൾ ഹിന്ദു രാഷ്ട്രത്തെക്കുറിച്ച് പറയുന്നു, മുസ്ലിം രാഷ്ട്രത്തെക്കുറിച്ച് പറയുന്നു, 2 ദേശീയതകൾ ഇന്ത്യയിൽ ഉണ്ടെന്ന് പറയുന്നു. ഈ 2 ദേശീയതകൾക്കും ഇന്ത്യയിൽ ഒന്നിച്ചു നിൽക്കാൻ സാധിക്കില്ലെന്ന് പറയുന്നു. 2 കൂട്ടരുടെയും അഭിപ്രായത്തിൽ ഒരു പൊരുത്തമുണ്ട്. ആ പൊരുത്തം ഇന്ത്യയെ വിഭജിക്കുന്നതിനുള്ള പൊരുത്താണ്, ഇന്ത്യയുടെ ജനതയെ വിഭജിക്കുന്നതിനുള്ള പൊരുത്താണ്. കൂടിച്ചേർക്കുകയാണ് ജിന്നയും സവർക്കറും 2 കൂട്ടരിലും പൊരുത്തമുണ്ട് എന്നുള്ള അംബേദ്കറിന്റെ വാക്കുകൾ ഇന്നത്തെ കാലത്ത് നമുക്ക് വീണ്ടും ഒന്ന് പരിഭാഷപ്പെടുത്താം. അത് ഹിന്ദുത്വ വർഗീയവാദികളും മുസ്ലിം വർഗീയവാദികളും തമ്മിലുള്ള പൊരുത്തമാണ്. RSSും SDPIയും തമ്മിൽ പൊരുത്തമുണ്ട് എന്നുള്ളതാണ്. മതരാഷ്ട്രവാദികൾ, ഹിന്ദുത്വ മതരാഷ്ട്രവാദികളും ഇസ്ലാമിക മതരാഷ്ട്രവാദികളും തമ്മിൽ പൊരുത്തമുണ്ട് എന്നാണ് അംബേദ്കർ ഓർമ്മപ്പെടുത്തിയിട്ടുള്ള കാര്യം. ആ പൊരുത്തം അപകടകരമാണ്, മതരാഷ്ട്രവാദികൾ അപകടകാരികളാണ് എന്നുള്ളതാണ്. ആ വാക്കുകളെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഉയർത്തിക്കെട്ടുക എന്നുള്ളത് എറണാകുളത്ത് മഹാരാജാസ് കോളേജുള്ള അഭിമന്യുവിന്റെ രക്തസാക്ഷിത്വത്തിന് സാക്ഷ്യം വഹിച്ചിട്ടുള്ള ഈ മണ്ണിൽ വീണ്ടും ഉറക്കെ പറയേണ്ടത് സുപ്രധാനമാണ് എന്ന് കരുതി അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. സമയം അതിക്രമിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് ആരോടാണ് എന്നുള്ളത് പറഞ്ഞ് നിങ്ങൾ ചോദിക്കുക. അതിനുള്ള വിശദീകരണം നൽകി നമുക്ക് അവസാനിപ്പിക്കാൻ തോന്നുന്നു. എനിക്ക് ചോദിക്കാനുള്ളത് ശിവദാസൻ സാറിനോടാണ്. ഭൂരിപക്ഷമുള്ള ഗവൺമെന്റ് ഭരണഘടന മാറ്റം വരുത്തുമ്പോൾ അതിനെ ചോദ്യം ചെയ്യേണ്ട ജനപ്രതിനിധികൾ അത് ചെയ്യാതിരിക്കുമ്പോൾ സാധാരണക്കാരനായ ജനങ്ങൾ ഇതിനെങ്ങനെ പ്രതിരോധിക്കും? അതാണ് ചോദ്യം. ചോദ്യം ചെയ്യേണ്ടുന്ന ജനപ്രതിനിധികൾ എന്നുള്ളത് അംബേദ്കറിന്റെ വാക്ക് തന്നെ എടുത്താൽ കാളക്ക് വോട്ട് ചെയ്യുമ്പോൾ പിറകിൽ കഴുതയാണ് എന്ന് തിരിച്ചറിയാൻ പറ്റാത്ത ഒരു വലിയ ജനതയുള്ള നാടാണ് ഇന്ത്യ. ജനക്കൂട്ടമുള്ള നാടാണ്. ഇവിടെ വഴി ഒന്ന് മാത്രമാണ്, സമരമല്ലാതെ മറ്റൊരു മാർഗ്ഗമില്ല. സമരമിതൊടുക്കത്തെ പാട്ടുണ്ടല്ലോ. അപ്പോൾ സമരമല്ലാതെ മറ്റൊരു മാർഗ്ഗമില്ല. സമരത്തിലൂടെ തിരുത്തിക്കുക, സമരത്തിലൂടെ മുമ്പോട്ട് പോവുക.